നമസ്കാരം മക്കളെ, എല്ലാവർക്കും വേദാന്തുന്ന മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും പഠിച്ചു മതിയായിട്ടിരിക്കുകയാണോ മക്കളെ? അല്ലല്ലോ, കാരണം ഇപ്പം മതിയാക്കല്ലേ, ലാസ്റ്റ് നിമിഷങ്ങളാണ്. ഓക്കെ, ഇപ്പോഴാണ് നിങ്ങൾ മറ്റേ ഫുൾ ത്രോട്ടിൽ എന്നൊക്കെ പറയില്ലേ, ആക്സിലറേറ്ററിൽ കാല് വെച്ച് അങ്ങോട്ട് പറപ്പിക്കണം അല്ലേ? പ്രിപ്പറേഷൻ നല്ല തകൃതിയിലാവണം മൈ ഡിയർ സ്റ്റുഡൻസ്. മോട്ടിവേഷൻ കൈവിടാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ നോർമൽ ക്ലാസ്സസിനപ്പുറം നമ്മൾ യൂട്യൂബിൽ വന്ന് ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ഇൻറ്റൻസിറ്റിയോടെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മൈ ഡിയർ ചാമ്പ്യൻസ്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അപ്പുറം ഡബിൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാവണം. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, കൂൾ. അപ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഫിസിക്സ് കിടക്കുന്നുണ്ട്, ബയോളജി കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ 4ാമത്തെ സെഷനാണ്. കെമിക്കൽ ബോണ്ടിങ്ങിന്റെ 4ാമത്തെ സെഷനാണ്. എന്താണ് സാർ ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഡൈപോൾ മൊമെന്റിനെ കുറിച്ചും മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയെ കുറിച്ചുമാണ്. ഡൈപോൾ മൊമെന്റ് ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, 2 ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഈ ചാപ്റ്ററിലെ. പക്ഷെ വളരെ എളുപ്പമുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ആക്ച്വലി ഭയങ്കര വികൃതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങളുടെ സിലബസിൽ അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ ക്ലാസ് ദയവായി കാണുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ VSEPR ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, കുറേ ട്രിക്സ്, കുറേ ഇഷ്ടംപോലെ കോമ്പൗണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ജാതകം മൊത്തം എങ്ങനെ എടുക്കുക എന്നുള്ളത് അല്ലെ? ജാതകം എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ്, നമ്പർ ഓഫ് ലോൺ പെയർ, ഷേപ്പ്, ബോണ്ട് ആംഗിൾസ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യാനായിട്ട് പൈ ബോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ദയവ് ചെയ്ത് ആ വീഡിയോസ് കാണുക. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളർന്നു വരുന്നൊരു ചാനലാണ്. ഓക്കെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ അധികം വൈകിക്കുന്നില്ല മക്കളെ, കാര്യം അതിവേഗം ബഹുദൂരം എന്നാണല്ലോ അല്ലേ? അതായത് കുറച്ച് സമയമുള്ളൂ, നമുക്ക് കുറെ ദൂരം പോകാനുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മക്കളെ. ഇന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഡൈപോൾ മൊമെന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡൈപോൾ മൊമെന്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു മിനിറ്റ് മക്കളെ, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ എല്ലാവരും നോക്കുക, നമ്മൾ ഓൾറെഡി ഹൈബ്രിഡൈസേഷനും VSEPRും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇനി ഈ ഹൈബ്രിഡൈസേഷനും VSEPRും ഓർഗാനിക് കെമിസ്ട്രിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഞാൻ ടോപ്പിക്സ് എടുക്കുന്നതാണ്. എനിക്കറിയാം കുറേ മക്കൾ ചോദിക്കുന്നുണ്ട്, സാർ എന്തിനാണ് പകുതി വെച്ച് നിർത്തിയത്? ഒന്നുകൊണ്ടല്ല, നമ്മൾ ഈ നീറ്റ് സ്പ്രിന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അത് പകുതി വെച്ച് നിർത്തിയത്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഇൻ ഡെപ്ത്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും, ഒരു പേടിയും വേണ്ട. ഓക്കെ, അപ്പം നമുക്ക് ഈ ഹൈബ്രിഡൈസേഷനും VSEPR തിയറിയൊക്കെ, ബേസിക്കലി ഹൈബ്രിഡൈസേഷൻ നമുക്ക് കാർബണിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് ബേസിക്കലി ഓർഗാനിക് കെമിസ്ട്രിയുടെ അടിത്തട്ട് എന്ന് വെച്ചാൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് അല്ലെ? ആ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിന്റെ ഹൈബ്രിഡൈസേഷൻ, ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ ഒരു കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനായിട്ട്? എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ മൈ ഡിയർ സ്റ്റുഡൻസ്? എല്ലാവരും നോക്കുക, വളരെ സിമ്പിൾ ആണ്. ഇഫ് കാർബണ് 4 സിഗ്മ ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. if the carbon has 4 sigma bonds and 0 pi bonds, if the carbon has 4 sigma bonds and 0 pi bonds, understand hybridization വരാൻ പോകുന്നത് sp3 ആയിരിക്കും. കാർബണ് 4 സിഗ്മ ബോണ്ടും 0 പൈ ബോണ്ട്സും ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp3 ആയിരിക്കും. അല്ല, കാർബണ് 3 സിഗ്മ ബോണ്ടും 1 പൈ ബോണ്ടും ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. 3 സിഗ്മ ബോണ്ടും 1 പൈ ബോണ്ടും ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. 3 സിഗ്മ ബോണ്ടും 1 പൈ ബോണ്ടും ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. 3 സിഗ്മ ബോണ്ടും 1 പൈ ബോണ്ടും ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp2 ആയിരിക്കും.
അല്ല ഇനി കാർബണ് 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും നോക്കുക. ഇപ്പൊ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ ഇതൊരു സിഗ്മ ബോണ്ട് ആയിരിക്കും, ഇതൊരു സിഗ്മ ബോണ്ട് ആയിരിക്കും, ഇതൊരു സിഗ്മ ബോണ്ട്, ഇതൊരു സിഗ്മ ബോണ്ട്, ബാക്കി രണ്ടും പൈ ബോണ്ട് ആയിരിക്കും അല്ലെ. ഇവിടെ നോക്കൂ, ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇത് പൈ ബോണ്ട് ആയിരിക്കും. ദിസ് സിഗ്മ, ദിസ് സിഗ്മ, ദിസ് സിഗ്മ, ദിസ് പൈ ബോണ്ട് അല്ലെ. യെസ് ഓർ നോ? ഡബിൾ ബോണ്ട്സോ ട്രിപ്പിൾ ബോണ്ട്സോ വരികയാണെങ്കിൽ കേൾക്കുക, ഡബിളോ ട്രിപ്പിൾ ബോണ്ടോ വരികയാണെങ്കിൽ ആദ്യത്തെ ബോണ്ട് എപ്പോഴും സിഗ്മ ബോണ്ട് ആയിരിക്കും, രണ്ടാമത്തെയും മൂന്നാമത്തെയും എപ്പോഴും പൈ ബോണ്ട് ആയിരിക്കും. ഈ ഡബിൾ ബോണ്ടിൽ ഇത് സിഗ്മ ബോണ്ട്, ഇത് പൈ ബോണ്ട് അല്ലെ. ഈ ട്രിപ്പിൾ ബോണ്ടിൽ ഇത് സിഗ്മ ബോണ്ട്, ഇത് പൈ ബോണ്ട്, ഇത് പൈ ബോണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന എന്താണ്? 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും, 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും. ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp ആണ്. ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp ആണ്. ഇതല്ല വേറൊരു കോമ്പിനേഷൻ ഉണ്ട്, ഇതല്ല വേറൊരു കോമ്പിനേഷൻ ഉണ്ട്. കാർബൺ വേണമെങ്കിൽ ഇങ്ങനെയും എക്സിസ്റ്റ് ചെയ്യാം, കാർബൺ വേണമെങ്കിൽ ഇങ്ങനെയും എക്സിസ്റ്റ് ചെയ്യാം. എങ്ങനെ മക്കളെ? 2 പൈ ബോണ്ടും 2 സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും വരാം അല്ലെ. 2 സിഗ്മ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട് ഇവിടെ, ഒരു സിഗ്മ ബോണ്ട് ഇവിടെ, 2 പൈ ബോണ്ട്, ഒരു പൈ ബോണ്ട് ഇവിടെ, ഒരു പൈ ബോണ്ട് ഇവിടെ. ഇതും സെയിം സിറ്റുവേഷൻ തന്നെയാണ്, ഇതും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. സോ ബേസിക്കലി ഇതാണ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ടെക്നിക്, കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ടെക്നിക്. ഓക്കെ, ഇനി എല്ലാവരും നോക്കുക, ഞാനിത് ക്വസ്റ്റിന്റെ രീതിയിൽ തരാം ഐ ഡിയർ സ്റ്റുഡൻസ്. സപ്പോസ് സിമ്പിൾ ആയിട്ട് നീറ്റിൽ എപ്പോഴും വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അവർ ഇങ്ങനൊരു കോമ്പൗണ്ട് വരും, ഇങ്ങനൊരു കോമ്പൗണ്ട് വരും. ഓക്കെ, ഇങ്ങനൊരു കോമ്പൗണ്ട് തന്നു എന്ന് വിചാരിക്കുക, ഇങ്ങനൊരു കോമ്പൗണ്ട് തന്നു എന്ന് വിചാരിക്കുക, CH2 C ട്രിപ്പിൾ ബോണ്ട് CH. എന്നിട്ട് അവർ ചോദിക്കും എല്ലാത്തിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത്. എല്ലാത്തിന്റെ ഹൈബ്രിഡൈസേഷൻ ഈ കാർബൺ എടുക്കുക, ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആണ്, ഒരു സിഗ്മ ബോണ്ട്, ഒരു സിഗ്മ ബോണ്ട് ഇവിടെ അല്ലെ, വിത്ത് ഹൈഡ്രജൻ ഒരു സിഗ്മ ബോണ്ട്, ഈ കാർബൺ ആയിട്ട് ഒരു സിഗ്മ ബോണ്ട്. അപ്പൊ 2 സിഗ്മ ബോണ്ട്സ് 2 പൈ ബോണ്ട്. ഇത് ബേസിക്കലി sp ആയിരിക്കും മക്കളെ. ഇത് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ, ഇതും sp ആയിരിക്കും മക്കളെ. ഓക്കെ, ഇത് ഡബിൾ ബോണ്ടഡ് കാർബൺ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ബേസിക്കലി ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും മക്കളെ. ഇത് sp2 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ വരുന്നതും sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഇതും ഒരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്. ഓക്കെ, ഈ കാർബൺ നോക്കൂ മക്കളെ, ഈ കാർബണ് 4 സിഗ്മ ബോണ്ട്സ് ഉണ്ട്, 1 2 2 ഹൈഡ്രജൻ വെച്ചിട്ട് അല്ലെ, 1 2 2 ഹൈഡ്രജൻ ആയിട്ട്. സോ ബേസിക്കലി ഇത് വരുന്നത് sp3 ആയിരിക്കും. 4 സിഗ്മ ബോണ്ടും 0 പൈ ബോണ്ടും ആണെങ്കിൽ sp3 ആയിരിക്കും. ഈ വരുന്ന കാർബണോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ വരുന്ന കാർബൺ sp ആയിരിക്കും, ഈ വരുന്നതും sp ആയിരിക്കും അല്ലെ. യെസ്, ഫൈൻ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ, കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ട്രിക്സ് ആണ് മക്കളെ ഇത്. കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് ആണ് മക്കളെ ഇത്. ഓക്കെ, യെസ് ഓ നോ? നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോവാം. ഈ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണണ്ടേ? അതായത് ഇപ്പൊ പൈ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട്, ഇപ്പൊ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കാർബണിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് കാണണ്ടേ? ഫോർ എക്സാമ്പിൾ 2 എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡയഗ്രാം മനസ്സിലാവും. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്. കാര്യം ഫ്യൂച്ചർ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇത് വളരെയധികം ഉപയോഗം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ CH3യുടെ എക്സാമ്പിൾ എടുത്തു, CH4ന്റെ എക്സാമ്പിൾ എടുത്തു, മീത്തേന്റെ എക്സാമ്പിൾ എടുത്തു. ഓക്കെ, മീത്തേന്റെ എക്സാമ്പിൾ എടുത്തപ്പോ കാർബണിന്റെ കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p2. 1s2 2s2 2p2 ആണ് കാർബണിന്റെ കോൺഫിഗറേഷൻ. കാർബണ് 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ അല്ലെ, 2 ഇലക്ട്രോൺ ഇവിടെ. കാർബൺ ഇങ്ങനെ സുഖിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോ 4 ഹൈഡ്രജൻ വന്ന് അറ്റാക്ക് ചെയ്തു. 4 ഹൈഡ്രജൻ വന്ന് അറ്റാക്ക് ചെയ്തപ്പോ കാർബണ് മനസ്സിലായി കാർബണ് 4 അൺപെയർഡ് ഇലക്ട്രോൺ വേണമെന്ന്. അപ്പൊ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടി, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടി. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ആയി, ഇവിടെ 3 ഇലക്ട്രോൺ ആയി മക്കള്, ഇവിടെ 3 ഇലക്ട്രോൺ ആയി. ഇനി എന്താണ്? കാർബൺ അറിയാം, കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? Q+R/2 ടെക്നിക്ക് നോക്കൂ. CH4ൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്, sp3 ആണ്. സോ sp3 ഹൈബ്രിഡൈസേഷൻ നോക്കുക, sp3 ഹൈബ്രിഡൈസേഷൻ അല്ലെ. ഈ കാർബൺ ബേസിക്കലി 4 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് വരുത്തും. 4 ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് അറേഞ്ച്ഡ് ഇൻ എ ടെട്രാഹെഡ്രൽ ജോമെട്രി. അത് വളരെ സിമ്പിൾ ആണ്, നമ്മൾ ഇത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇത് തന്നെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ സിറ്റുവേഷൻ എടുക്കുകയാണ്. എല്ലാവരും നോക്കുക. സപ്പോസ് ഞാൻ CH2 ഡബിൾ ബോണ്ട് CH2, ഓക്കെ, ഈത്തീന്റെ കേസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. എല്ലാവരും നോക്കുക. കാർബണിന്റെ കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p2 അല്ലെ. ഓക്കെ, 2s2 2p2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ,
കാർബൺ അറിയാം, ഓക്കെ, മൊത്തത്തിൽ 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം അല്ലെ. ഈ കാർബൺ അറിയാം മൊത്തത്തിൽ 3 സിഗ്മ ബോണ്ട്, ഒന്ന് ഇവിടെ 2 ഹൈഡ്രജൻ ആയിട്ട് 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. അപ്പൊ ഒരെണ്ണം എക്സൈറ്റ് ചെയ്യും. കാര്യം എന്താ, ഇവിടെ 2 ഉള്ളൂ, ഒരെണ്ണം എന്തായാലും എക്സൈറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ മൊത്തത്തിൽ എത്ര, ഇവിടെ ഒരു ഇലക്ട്രോൺ ആയി, ഇവിടെ 3 ഇലക്ട്രോൺ ആയി. പക്ഷേ കാർബൺ അറിയാം 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്താൽ മതി. 3 സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp2 ആണ്. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ് മക്കളെ അല്ലെ. അപ്പൊ ഈ ഒരുത്തൻ വെറുതെ നിൽക്കുകയാണ്, ആ ഒരു p ഓർബിറ്റിൽ വെറുതെ നിൽക്കുകയാണ്. എല്ലാവരും നോക്കൂ, എന്താണ് ഇവിടെ കാർബൺ ചെയ്യാൻ പോകുന്നത്. കാർബണിന്റെ ഒരു sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റിൽ ഇങ്ങനെയും മറ്റേത് ഇങ്ങനെയും മറ്റേത് ഇങ്ങനെയും വരും. ഓക്കെ, യെസ് ഓർ നോ? ടെക്നിക്കലി സ്പീക്കിംഗ് ബേസിക്കലി ഇങ്ങനെയായിരിക്കും ഹൈബ്രിഡൈസ് ഓർബിറ്റൽസ്. ഓക്കെ, 1 2 ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി. ഈ വരുന്ന p ഓർബിറ്റൽ എന്ത് ചെയ്യും, ഈ വരുന്ന p ഓർബിറ്റൽ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദിസ് ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി, വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി. ഓക്കെ, ഈ വരുന്ന p ഓർബിറ്റൽ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി. ഇനി അടുത്ത കാർബണും ഇത് തന്നെ, അടുത്തിരിക്കുന്ന ഈ കാർബണും ഇത് തന്നെ, ഈ കാർബണും ഇത് തന്നെ. അവൻ ബേസിക്കലി ഇത് തന്നെ ചെയ്യും. യെസ് ഓർ നോ? അവനും ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി ആണ്. അവന്റെയും ഒരു p ഓർബിറ്റൽ ഉണ്ട്, അവന്റെ കയ്യിലും ഒരു p ഓർബിറ്റൽ ഉണ്ട്. ഈ 2 p ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട് അല്ലെ. ഈ കാർബണിന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആ കാർബണിന്റെയും ഒരു ഇലക്ട്രോൺ ഉണ്ട്. അവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു, അവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ബാക്കിയെല്ലാം ഹൈഡ്രജൻ ആണ്, ബാക്കിയെല്ലാം ഹൈഡ്രജൻ ആണ് മക്കളെ. യെസ് ഓർ നോ? ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇത് തന്നെ ഞാൻ ഈത്തൈന്റെ കേസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇത് തന്നെ ഞാൻ ഈത്തൈന്റെ കേസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈത്തൈന്റെ കേസിൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഈത്തൈന്റെ കേസിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് എന്താണ്? എല്ലാവരും നോക്കൂ, sp2 ആണ് വരുന്നത് അല്ലെ. sp ആണ് വരുന്നത്. ആണ് വരുന്നത്. 1s2 2s2 2p2 കോൺഫിഗറേഷനുള്ള കാർബൺ, അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന കാർബൺ 2 ഹൈഡ്രജൻ അറ്റാക്ക് ചെയ്യുമ്പോൾ, ഒരു ഹൈഡ്രജനും ഒരു കാർബണും അറ്റാക്ക് ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്യും നോക്കൂ, എല്ലാവരും നോക്കൂ. കാർബൺ അറിയാം sp ഹൈബ്രിഡൈസേഷൻ വേണമെന്ന്, കാർബണ് വേറൊരു കാര്യം കൂടി അറിയാം, കാർബണ് ലോൺ പെയർ ഉണ്ടാവില്ല എന്ന്. ഇവിടെ ലോൺ പെയർ ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഉള്ളവനെ പിടിച്ച് എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ വരും, ഇവിടെ 3 ഇലക്ട്രോൺ വരും, ഇവിടെ 3 ഇലക്ട്രോൺ വരും അല്ലെ. സോ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് sp, ഇത് 2 ഈ 2 ബേസിക്കലി അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആയിരിക്കും. ആയിരിക്കും അല്ലെ. ഫൈൻ. അപ്പൊ ബേസിക്കലി എങ്ങനെ ഡയഗ്രാം വരാൻ പോകുന്നത്, എല്ലാവരും നോക്കൂ. കാർബൺ ഇവിടെ 1, ഇവിടെ ഒരു sp ഹൈബ്രിഡൈസ് ഓർബിറ്റൽ, ഇവിടെ ഒരു sp ഹൈബ്രിഡൈസ് ഓർബിറ്റൽ. മറ്റേ കാർബണും അങ്ങനെ തന്നെ. അങ്ങനെ ഈ sp-യും ഈ sp-യും കൂടി ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ ഇങ്ങനെ. ബാക്കി എന്താണ്? p ഓർബിറ്റൽസ് എങ്ങനെയാണ് വരുന്നത് നോക്കൂ. ഇവിടെ ഒരു p ഓർബിറ്റൽ ഉണ്ട്. യെസ് ഓർ നോ? ഫൈൻ. വേറൊരു p ഓർബിറ്റലും കൂടി ഉണ്ട്, വേറൊരു p ഓർബിറ്റൽ എങ്ങനെ വരും? വേറൊരു p ഓർബിറ്റൽ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഫൈൻ. യെസ് ഓർ നോ? അതേപോലെ തന്നെ മറ്റവനും ഇങ്ങനെ ഒരു p ഓർബിറ്റൽ ഉണ്ടാവും അല്ലേ. അതേപോലെ ഇങ്ങനെ വേറൊരു അൺഹൈബ്രിഡൈസ് ഓർബിറ്റലും ഉണ്ടാവും. ഇനി പൈബോൺ ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ഇവന്മാര് തമ്മില്, പിന്നെ ഒന്ന് ഇവന്മാര് തമ്മില് അല്ലെ. അപ്പൊ 2 പൈബോൺ ഫോർമേഷൻ ഉണ്ടാവും. ഇപ്പുറത്തൊരു ഹൈഡ്രജൻ, ഇപ്പുറത്തൊരു ഹൈഡ്രജൻ. ഇതാണ് ബേസിക്കലി ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ അല്ലെങ്കിൽ ഈത്തൈന്റെ സ്ട്രക്ചർ. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. സപ്പോസ് അവർ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു കോമ്പൗണ്ട് വന്നു. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച കോമ്പൗണ്ട് തന്നെ. ഈ ഒരു കോമ്പൗണ്ടിൽ എത്ര അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടെന്നുള്ളത്, എത്ര അൺഹൈബ്രിഡൈസ്ഡ് ഉണ്ടെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ഓൾറെഡി നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ ഒക്കെ കണ്ടുപിടിച്ചു. എത്ര അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാം, sp ഹൈബ്രിഡൈസ് കാർബണിന് 2 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഉണ്ടാവും. sp ഹൈബ്രിഡൈസ് കാർബണിന് 2 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഉണ്ട്. sp2 ഹൈബ്രിഡൈസ് കാർബണിന് 1 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു. sp2 ഹൈബ്രിഡൈസ് കാർബണിന് 1 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽ, sp ഹൈബ്രിഡൈസ് കാർബണിന് 2 എണ്ണം. സോ ബേസിക്കലി എല്ലാവരും നോക്കുക,
ഇവിടെ 2 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഉണ്ടാവും, ഇവിടെ 2 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഉണ്ടാവും, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. sp3ന് 0 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ആണ് അല്ലെ. ഇവിടെയോ, ഇവിടെ 2, ഇവിടെയും 2. മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 2, 4, 5, 6, 8, 10 അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതൊരു വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് ചകഞ്ഞു പോകണം. ആ ഉള്ളിലേക്ക് ചകഞ്ഞു പോയതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? അൺഹൈബ്രിഡൈസ് ഓർബിറ്റൽസിന്റെ കാര്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? sp ഹൈബ്രിഡൈസ്ഡ് അൺഹൈബ്രിഡൈസ്ഡ് വരാൻ പോകുന്നത് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോർ sp is 2. sp2 എത്രയാണ്? 1 ആണ്. sp3 എത്രയാണ്? 0 ആണ്. ഓക്കെ, ഫൈൻ, ഗോട്ട് ഇറ്റ്? ഇത് നിങ്ങൾ മറക്കരുത്. കാർബണിന്റെ കേസിൽ sp ഹൈബ്രിഡൈസ് കാർബണ് 2 അൺഹൈബ്രിഡൈസ്ഡ് ഉണ്ട്, sp2ന് 1 അൺഹൈബ്രിഡൈസ്ഡ് ഉണ്ട്, sp3ന് 0 ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. ബോണ്ട് ആംഗിൾ നീറ്റിൽ വളരെയധികം ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർ 2-3 കോമ്പൗണ്ട്സ് വരും. ആ കോമ്പൗണ്ട്സിന്റെ ബോണ്ട് ആംഗിൾ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ പറയും. ഇതിന് ചില ട്രിക്സ് ഉണ്ട് മക്കളെ. ഓക്കെ, ഇതിന് ചില ട്രിക്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ബോണ്ട് ആംഗിൾ എന്താണ്? ദ മിനിമം ആംഗിൾ ബിറ്റ്വീൻ എനി 2 adjacent bonds is known as a bond angle. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വെള്ളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ 2 ബോണ്ടിന്റെ തമ്മിലുള്ള ആംഗിൾ ആണ് ബോണ്ട് ആംഗിൾ. ഇപ്പൊ മീത്തേന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദ ആംഗിൾ ബിറ്റ്വീൻ 2 bonds is called as bond angle. അല്ലെ? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ഡിഗ്രി, മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടെട്രാഹെഡ്രലിന്റെ ബോണ്ട് ആംഗിൾ എന്താണ്? 109.5 ഡിഗ്രി അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് അല്ലെ? എല്ലാവരും നോക്കുക, ചില ട്രിക്സ് നിങ്ങൾ മനസ്സിൽ വെക്കണം ബോണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ബോണ്ട് ആംഗിൾസ് കമ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ ഓർ പെർസെന്റേജ് എസ് ക്യാരക്ടർ ആണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ബോണ്ട് ആംഗിൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെർസെന്റേജ് എസ് ക്യാരക്ടർ. പെർസെന്റേജ് എസ് ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്താണ്? പെർസെന്റേജ് എസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും നോക്കുക. sp3 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ sp3 is made up of എല്ലാവരും നോക്കുക. this sp3 is made up of 1 s orbital and 3 p orbitals അല്ലെ? sp3 hybridized orbitals are made of 1 s orbital and 3 p orbital. ഇതിന്റെ അർത്ഥം പെർസെന്റേജ് എസ് ക്യാരക്ടർ വരാൻ പോകുന്നത് 25% ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 4 ഓർബിറ്റൽസിൽ ഒരെണ്ണം എസ് ആണ്. പെർസെന്റേജ് എസ് ക്യാരക്ടർ 25% ആണ്. അതേപോലെ തന്നെ sp2 എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. sp2 is made up of 1 s orbital and 2 p orbital. ഈ p orbitals എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ ഇപ്പൊ തൽക്കാലം px py എന്ന് കൊടുത്തു. പെർസെന്റേജ് എസ് ക്യാരക്ടർ എത്രയാണ് വരുന്നത്? എത്രയാണ്? 1 out of 3 ആണ് പെർസെന്റേജ് അല്ലെ? മൂന്ന് അറ്റോമിക് ഓർബിറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് എസ്. അപ്പൊ പെർസെന്റേജ് എസ് ക്യാരക്ടർ എത്രയാണ്? 1/3 into 100/3 33.33% ആണ് അല്ലെ? യെസ് ഓർ നോ? sp എടുക്കുകയാണ്. sp is made up of 1 s orbital and 1 p orbital. ഈ p orbital എന്ത് വേണമെങ്കിലും ആവാം. px ആവാം, py ആവാം, pz ആവാം. പെർസെന്റേജ് എസ് ക്യാരക്ടർ എത്രയാണ്? പെർസെന്റേജ് എസ് ക്യാരക്ടർ വരാൻ പോകുന്നത് 50% അല്ലെ? ഒരു എസ് ഒരു പി. പെർസെന്റേജ് എസ് ക്യാരക്ടർ വരാൻ പോകുന്നത് 50% ആണ് അല്ലെ? പെർസെന്റേജ് എസ് ക്യാരക്ടർ വരാൻ പോകുന്നത് 50%. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഓക്കെ, ഈ പെർസെന്റേജ് എസ് ക്യാരക്ടേഴ്സ് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇത് വെച്ചിട്ട് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബോണ്ട് ആംഗിൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെർസെന്റേജ് എസ് ക്യാരക്ടർ. പെർസെന്റേജ് എസ് ക്യാരക്ടർ കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ ജനറലി കൂടുന്നു. എക്സാമ്പിൾ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. BeCl2, BCl3, CCl4. BeCl2യുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp ആണ്. BCl3യുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ആണ്. CCl4ന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. നിങ്ങൾ ബോണ്ട് ആംഗിൾസ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം മൈ ഡിയർ സ്റ്റുഡൻസ്. ബോണ്ട് ആംഗിൾസ് നോക്കുകയാണെങ്കിൽ BeCl2യുടെ 180 ഡിഗ്രി, BCl3യുടെ 120 ഡിഗ്രി, CCl4ന്റെ 109 ഡിഗ്രി 28 minutes. Okay, yes or no? 109 degree 28 minutes ആണ്. Fine.
Got it? അടുത്ത ടെക്നിക്ക്, ഇവിടെയാണ് നീറ്റ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ. കേസ് 1, when hybridization is same, surrounding atoms are same, lone pair is same, but central atom is different. അതായത് hybridization same ആണ്, surrounding atoms same ആണ്, lone pairs same ആണ്, but central atom is different. Bond angle is directly proportional to electronegativity of central atom. For example, NH3 PH3 ASH3. ഇതിന്റെ മൂന്നിന്റെയും ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് Q+R/2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോർമുല യൂസ് ചെയ്യാട്ടോ. ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് മോണോവാലന്റ് ആറ്റംസ് മൈനസ് കാറ്റയോൺ ചാർജ് പ്ലസ് ആനയോൺ ചാർജ്. ഇത് എല്ലായിടത്തുള്ള ഫോർമുലയാണ്. Q+R/2 കുറച്ചുകൂടി ഡയറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് പഠിപ്പിച്ചത്. Q+R/2 അറിയാത്തവർ ദയവ് ഇത് കഴിഞ്ഞ ലെക്ചർ കാണുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ബോണ്ട് ആംഗിൾ? NH3യുടെ 107 ഡിഗ്രിയാണ്, PH3യുടെ 93 ഡിഗ്രിയാണ്, ASH3യുടെ 91 ഡിഗ്രിയാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാത്തിന്റെയും ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് sp3 ആണ്. കാര്യം എന്താണ്? എല്ലാത്തിനും 3 സിഗ്മ ബോണ്ട് ഉണ്ട്, 1 ലോൺ പെയർ ഉണ്ട്. 3 സിഗ്മ ബോണ്ടും 1 ലോൺ പെയർ ഉണ്ട്. ഹൈബ്രിഡൈസേഷൻ കിട്ടാൻ പോകുന്നത് sp3 ആണ്. ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്, സറൗണ്ടിങ് ആറ്റംസ് സെയിം ആണ്, ലോൺ പെയർസ് നമ്പർ ഓഫ് ലോൺ പെയർസും സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, എവിടെയാണോ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഏത് സെൻട്രൽ ആറ്റത്തിനാണോ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി അതിന്റെ ബോണ്ട് ആംഗിൾ കൂടുതലായിരിക്കും. ഇതിനാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി, നൈട്രജനും അല്ലെ. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് അല്ലെ. യെസ് ഓർ നോ? Electronegativity decreases as we go down. Appo electronegativity is the most for nitrogen, then phosphorus, then arsenic, antimony, bismuth. Appo electronegativity കൂടുതലാണെങ്കിൽ ബോണ്ട് ആംഗിൾ കൂടുതലായിരിക്കും. എപ്പോ? ഹൈബ്രിഡൈസേഷൻ സെയിം ആയിരിക്കണം, സറൗണ്ടിങ് ആറ്റംസ് സെയിം ആയിരിക്കണം, നമ്പർ ഓഫ് ലോൺ പെയർസ് സെയിം ആയിരിക്കണം ഈ സിറ്റുവേഷനിൽ. ഗോട്ട് ഇറ്റ്? ഫൈൻ. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. OH2 SH2. OH2 എന്ന് പറഞ്ഞാൽ വാട്ടർ തന്നെയാണ്. ഓക്കെ, SCH2. ഓക്കെ, OH2 എന്ന് പറഞ്ഞാൽ വാട്ടർ, SH2, SCH2. ഇതിന്റെ ഒക്കെ ബോണ്ട് ആംഗിൾ OH2ന്റെ 104 ആണ്, 104.5 ആണ് അല്ല. നിങ്ങൾക്കറിയാം ബോണ്ട് ആംഗിൾ ഡിക്രീസസ് ആസ് വി ഗോ ടു ദാറ്റ് സൈഡ്. യെസ് ആണോ? കാര്യം എന്താണ്? ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ വാട്ടറിന്റെയും H2Sന്റെയും H2SCയുടെയും ഹൈബ്രിഡൈസേഷൻ വരുന്നത് 104.5. ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 ആണ് അല്ലെ. ഹൈബ്രിഡൈസേഷൻ sp3 ആണ് ഇവന്മാരുടെ അല്ലെ. നമ്പർ ഓഫ് ലോൺ പെയർസ് 2 ഇവന്മാരുടെ. അതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്? Q+R/2. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇവന്മാരുടെ ഒക്കെ ഡിസ്കസ് ചെയ്താണ്. Q+R/2 നമ്പർ ഓഫ് ലോൺ പെയർസ് 2. യെസ് ഓർ നോ? നമ്പർ ഓഫ് ലോൺ പെയർസ് 2, സറൗണ്ടിങ് ആറ്റംസ് എല്ലാത്തിന്റെയും ഹൈഡ്രജൻ. ബോണ്ട് ആംഗിൾ ഡിക്രീസസ് അല്ലെ. ബോണ്ട് ആംഗിൾ ഡിക്രീസസ് ആസ് വി ഗോ ഡൗൺ. കാര്യം ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ഇസ് ഗ്രേറ്റർ ദാൻ സൾഫർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ Sc. ഓക്കെ, ഇനി നിങ്ങൾ ചെറിയൊരു കാര്യം ഞാൻ ഇവിടെ പറയാനുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു വിമിഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നീറ്റിൽ ഇതധികം വരുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പലരും കേട്ട് കാണും ഇതിനെക്കുറിച്ച്. എല്ലാവരും നോക്കൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ആസ് ഡ്രാഗോസ് റൂൾ. ഈ ഡ്രാഗോസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, ചിലപ്പോൾ ഇൻഡയറക്ട്ലി ഇവന്മാര് ചോദിക്കും. ഡ്രാഗോസ് റൂൾ എന്താ പറഞ്ഞേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എലമെന്റ്സ് ഇൻ തേർഡ് period and below, lone pair is present in pure s orbitals and bond is formed by pure atomic orbitals. ഇതെനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല. ബേസിക്കലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും നോക്കൂ,
ഞാനിപ്പോൾ NH3യുടെ ബോണ്ട് ആംഗിൾ നോക്കി. NH3യുടെ ബോണ്ട് ആംഗിൾ നോക്കുമ്പോൾ എനിക്ക് 107 ഡിഗ്രിയാണ് കിട്ടുന്നത്. കാര്യം എന്താണ്? നൈട്രജൻ ഇതിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ? നൈട്രജൻ ഇതിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ഈ ഫോസ്ഫറസിന്റെ കാര്യം നോക്കുമ്പോൾ അല്ലെങ്കിൽ ആഴ്സനിക്കിന്റെ കാര്യം നോക്കുമ്പോൾ ബോണ്ട് ആംഗിൾസ് ക്ലോസ് ടു 90 ഡിഗ്രിയാണ്. ബോണ്ട് ആംഗിൾസ് ക്ലോസ് ടു 90 ഡിഗ്രിയാണ് വരുന്നത്. നിങ്ങളിപ്പോൾ ഈ വെള്ളത്തിന്റെ H2യുടെ ബോണ്ട് ആംഗിൾ നോക്കുമ്പോൾ 104.5 ആണ് വരുന്നത്. പക്ഷെ H2Sന്റെയും H2SCയുടെ ഒക്കെ ബോണ്ട് ആംഗിൾസ് ആർ ക്ലോസ് ടു 90 ഡിഗ്രി. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ അതിലിപ്പോൾ എന്താ പ്രത്യേകത, എന്താണ് അതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം? ഞാൻ പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾ കുറച്ച് അത്ഭുതപ്പെടും, എനിക്കറിയില്ല, എന്നാലും എല്ലാവരും നോക്കുക. ഇപ്പം ഈ ഫോസ്ഫറസിന്റെ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ 3s2 3p3 ആണ് ഫോസ്ഫറസിന്റെ കോൺഫിഗറേഷൻ. 3s2 3p3 ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ, 3 ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ, ഈ 3 ഇലക്ട്രോണും p ഓർബിറ്റൽസിലാണ്. ഈ 3 ഇലക്ട്രോണും p ഓർബിറ്റൽസിലാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഫോസ്ഫറസിന്റെ ഈ 3 p ഓർബിറ്റൽസ്, ഫോസ്ഫറസിന്റെ ഈ 3 p ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഒരു ഹൈഡ്രജൻ ഇവിടെ ബോണ്ട് ചെയ്തു. ഓക്കെ, ഒരു ഹൈഡ്രജൻ ഈ PZ ആയിട്ട് ബോണ്ട് ചെയ്തു, ഒരു ഹൈഡ്രജൻ ഈ PY ആയിട്ട് ബോണ്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ വരാൻ പോകുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PH അല്ലേ, പിന്നെ ഇവിടെ ഒരു H, ഓക്കെ, പിന്നെ ഇവിടെ ഒരു H അല്ലേ? PS3യുടെ സ്ട്രക്ചർ വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കില്ലേ? ഇവിടെ ഒരു H, ഇവിടെ ഒരു H, ഇവിടെ ഒരു H. ബോണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ബോണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കില്ലേ? ക്ലോസ് ടു 90 ഡിഗ്രി ആയിരിക്കില്ലേ അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫോസ്ഫറസ് പ്യോർ p ഓർബിറ്റൽസ് ഉപയോഗിച്ചപ്പോൾ ഫോസ്ഫറസിന്റെ PH3യുടെ ബോണ്ട് ആംഗിൾ ക്ലോസ് ടു 90 ഡിഗ്രിയാണ്. അത് തന്നെയാണ് റിയാലിറ്റിയിലും സംഭവിക്കുന്നത്. ക്ലോസ് ടു 90 ഡിഗ്രിയാണ്. ആഴ്സനിക്കിന്റെ കേസിലാണെങ്കിൽ 4s2 4p3 ആണ്. ആഴ്സനിക് 4s2 4p3 ആണ്. ആ 3 ഇലക്ട്രോൺസ് ഇൻ p ഓർബിറ്റൽസ്, ഇതേപോലെ തന്നെ p ഓർബിറ്റൽസിലുള്ള 3 ഇലക്ട്രോൺസും 3 ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ ക്ലോസ് ടു 90 ഡിഗ്രിയാണ് വരുന്നത്. സോ ബേസിക്കലി എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഹൈബ്രിഡൈസേഷൻ ആക്ച്വലി നടക്കുന്നില്ല. അതായത് NH3യുടെ കേസിൽ നടക്കുന്നുണ്ട്. 90 ഡിഗ്രി അല്ല, 107 ഡിഗ്രിയാണ്. 107 ഡിഗ്രി വരണമെങ്കിൽ പ്രോപ്പറായിട്ട് ഹൈബ്രിഡൈസേഷൻ നടന്ന് ആ ഒരു ടെട്രാഹൈഡ്രൽ അറേഞ്ച്മെന്റിലേക്ക് വരണം. പക്ഷെ PH3യുടെയും ASH3യുടെയും ആക്ച്വലി മൈ ഡിയർ സ്റ്റുഡൻസ് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നില്ല. അതാണ് ഡ്രാഗോസ് റൂൾ. ഡ്രാഗോസ് റൂൾ ഒരു എംപിരിക്കൽ റൂളാണ്. എംപിരിക്കൽ എന്ന് വെച്ചാൽ എക്സ്പെരിമെന്റലി ഫൗണ്ട് ഔട്ട്. അതായത് ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യം ഞാനൊരു റൂളാക്കി. ഓക്കെ, അവർ പറയുന്നത് തേർഡ് പീരീഡ് ബിലോ. തേർഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോസ്ഫറസ്, സൾഫർ, ഓക്കെ, അപ്പുറത്ത് ക്ലോറിൻ, ഓക്കെ, തേർഡ് പീരീഡ് ആൻഡ് ബിലോ. ഞാൻ പറഞ്ഞത് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇവരൊക്കെ സെക്കൻഡ് പീരീഡ് ആണ്. ഓക്കെ, അതിന്റെ താഴ്ത്ത് വരുന്നതാണ് തേർഡ് പീരീഡ് അല്ലെ? അതിന്റെ താഴ്ത്ത് വരുന്നതാണ് തേർഡ് പീരീഡ്. എല്ലാവരും നോക്കുക. ഇപ്പൊ ഞാൻ തേർഡ് പീരീഡ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക. തേർഡ് പീരീഡ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ബ്ലോക്കിലെ സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ അല്ലെ? തേർഡ് പീരീഡിൽ എന്തൊക്കെയാണ്? അലൂമിനിയം, സിലിക്കോൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. യെസ് ഓർ നോ? ഫൈൻ, ഗോട്ട് ഇറ്റ്, ഫൈൻ. അത് കഴിഞ്ഞാൽ എന്താണ്? ഗാലിയം, ജർമേനിയം, ആഴ്സനിക്, ഇവിടെ സെലീനിയം, ഇവിടെ ബ്രോമിൻ. യെസ് ഓർ നോ? സോ ബേസിക്കലി ഈ തേർഡ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പീരീഡിന്റെ അടിയിലോട്ട് അവർ പറയുന്നത്, അതായത് ഡ്രാഗോ പറയുന്നത് ഹൈബ്രിഡൈസേഷൻ കൺസിഡർ ചെയ്യണ്ട എന്നാണ്. അതുകൊണ്ടാണ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പം ഞാൻ PH3 എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ASH3 എടുത്തു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ H2S എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ H2S എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബോണ്ട് ആംഗിൾ വാല്യൂസ് കിട്ടുന്നത് 90 ഡിഗ്രിക്ക് അടുത്താണ്. ഇപ്പൊ ഞാൻ സൾഫർ H2Sന്റെ കേസ് പറഞ്ഞുതരാം. സൾഫറിന്റെ കോൺഫിഗറേഷൻ എന്താണ്? 3s2 3p4 ആണ്. 3s2 3p4 ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ, 4 ഇലക്ട്രോൺ ഇവിടെ, 4 ഇലക്ട്രോൺ ഇവിടെ. ഓക്കെ, സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 2 ഇലക്ട്രോൺ ആണ് ഞാൻ ബോണ്ട് ഈ വിത്തൗട്ട് ഹൈബ്രിഡൈസേഷൻ ഇല്ലാതെയാണ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ പി ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ വന്ന് അറ്റാക്ക് ചെയ്തു, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ വന്ന് അറ്റാക്ക് ചെയ്തു. കിട്ടാൻ പോകുന്ന ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? ഇത് ബേസിക്കലി എക്സ് ആക്സിസ് ആണ്, ഇത് ബേസിക്കലി സെഡ് ആക്സിസ് ആണ്. എക്സ് ആക്സിസും സെഡ് ആക്സിസും 90 ഡിഗ്രിയിലാണ്. അത് തന്നെയാണ് ഒബ്സർവേഷനിലും കാണുന്നത്. ഇവരുടെയൊക്കെ ബോണ്ട് ആംഗിൾസ് ആർ ക്ലോസ് ടു 90 ഡിഗ്രി. അതിന്റെ അർത്ഥം എന്താണ്? പ്യോർ പി ഓർബിറ്റൽസ് ആണ് അവർ ഉപയോഗിക്കുന്നത് ബോണ്ട് ഫോം ചെയ്യാൻ. അതാണ് ഡ്രാഗോ പറയുന്നത് ലോൺ പെയർസ് ഇസ് പ്രസന്റ് ഇൻ പ്യോർ എസ് ഓർബിറ്റൽ. ഈ ലോൺ പെയർ ഇരിക്കാൻ പോകുന്നത് പ്യോർ എസ് ഓർബിറ്റലായിരിക്കും. ആൻഡ് bonds are formed by pure p orbitals. അതുകൊണ്ടാണ് ബോണ്ട് ആംഗിൾ ഇസ് ക്ലോസ് ടു 90 ഡിഗ്രി. ഇതിന്റെ വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ വന്നതാണ്. ഇപ്പൊ NH3 can easily form NH4+. NH3 can easily form NH4+. എന്തുകൊണ്ടാണ്? ഈ ലോൺ പെയർ ഫ്രം നൈട്രജൻ can be used to form a coordinate bond. NH3 ഈ ലോൺ പെയർ ഫ്രം നൈട്രജൻ can be easily used to form a coordinate bond with H+. അതേപോലെ തന്നെ PH3ക്ക് കുറച്ച് പാടായിരിക്കും. അതേപോലെ തന്നെ PH3ക്ക് PH4+ ഫോം ചെയ്യാനായിട്ട് കുറച്ച് കഷ്ടമായിരിക്കും മക്കളെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ PH4+ൽ ഈ ലോൺ പെയർ ഇരിക്കുന്നത് ഫോസ്ഫറസിന്റെ എസ് ഓർബിറ്റലിലാണ്. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഫോസ്ഫറസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ലോൺ പെയർ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ഹൈബ്രിഡൈസേഷൻ നടക്കാത്തത് കൊണ്ട് ഇതിരിക്കുന്നത് പ്യോർ എസ് ഓർബിറ്റലായിരിക്കും. ഈ പ്യോർ എസ് ഓർബിറ്റൽ എന്ന് വെച്ചാൽ എസ് ഓർബിറ്റൽസ് ആർ ക്ലോസർ ടു ന്യൂക്ലിയസ് അല്ലേ? അപ്പൊ ബേസിക്കലി ഈ ലോൺ പെയർ വിൽ ബി വെരി മച്ച് അട്രാക്റ്റഡ് ടു ദ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുകയായിരിക്കും. നേരെ മറിച്ച് ഈ ലോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റലിലാണ്. നിങ്ങൾക്കറിയാം NH3യിൽ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 ആണ്. ഇത് sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റലിലായിരിക്കും. ഈ sp3 ഹൈബ്രിഡൈസ് ഓർബിറ്റലിലാവുമ്പോൾ എന്താണ് പറ്റുക മൈ ഡിയർ സ്റ്റുഡൻസ്? കുറച്ചും കൂടി എസ് ക്യാരക്ടർ കുറവാണ്. അതായത് ആ ലോൺ പെയറിന് കുറച്ചും കൂടി പുറത്തോട്ട് ചാടാൻ പറ്റും. ഇവനെ ആക്ച്വലി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇത് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഡ്രാഗോസ് റൂൾ പറഞ്ഞത്. ഡ്രാഗോസ് റൂൾ ആക്ച്വലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ഒന്നും കാണില്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ NH3 or PH3 വിച്ച് ക്യാൻ ഈസിലി ഫോം എ ബോണ്ട് വിത്ത് H+ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH3 എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. എന്തുകൊണ്ടാണ്? ദ ലോൺ പെയർ ഇൻ NH3 is attached to sp3. sp3യിലെ പെർസെൻറ്റേജ് എസ് ക്യാരക്ടർ വളരെ കുറവാണ്. ഇവിടെ പ്യോർ എസ് ഓർബിറ്റലാണ് ഇരിക്കുന്നത്. അതായത് പ്യോർ എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർലി അട്രാക്റ്റഡ് ടു ദ ന്യൂക്ലിയസ് ആണ്. Got it? ഇത് നിങ്ങൾ മനസ്സിലാക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് 2. When hybridization is same, lone pair is same, central atom is same. When hybridization is same, lone pair is same, central atom is same, surrounding atoms are different. അങ്ങനെ വരുമ്പോൾ bond angle is inversely proportional to electronegativity of bonded atom. Or else is directly proportional to size of side atom. For example, OF2 എടുക്കുക, OCl2 എടുക്കുക, OBr2 എടുക്കുക. സെൻട്രൽ ആറ്റം സെയിം ആണ്, ഓക്സിജൻ. ഹൈബ്രിഡൈസേഷൻ എല്ലാത്തിൻ്റെയും sp3 ആണ്. കാര്യം എന്താണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 2, നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇസ് ഈക്വൽ ടു 2, നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, ഇത് Q+R/2 വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, Q+R/2 അറിയാത്തവർ കഴിഞ്ഞ വീഡിയോ കാണുക. ഓക്കെ, ബോണ്ട് ആംഗിൾ ഓഫ് OF2 103 to 105 ആണ്. ഇത് പഠിക്കണ്ട, ബോണ്ട് ആംഗിൾസിന്റെ വാല്യൂ പഠിക്കണ്ട, ഓർഡർ പഠിച്ചാൽ മതി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സറൗണ്ടിങ് ആറ്റംസ് കുറയും തോറും ബോണ്ട് ആംഗിൾ കൂടുന്നു. ഓക്കെ, ഫൈൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സറൗണ്ട് എപ്പോ ഈ ഒരു കേസിൽ ഹൈബ്രിഡൈസേഷൻ സെയിം ആയിരിക്കണം, അല്ലാണ്ട് വെറുതെ പോയിട്ട് കമ്പയർ ചെയ്യരുത്.
ഓക്കെ, ഹൈബ്രിഡൈസേഷൻ സെയിം ആയിരിക്കണം, ലോൺ പെയർ സെയിം ആയിരിക്കണം, സെൻട്രൽ ആറ്റം സെയിം ആയിരിക്കണം, സറൗണ്ടിങ് ആറ്റംസ് ഡിഫറെന്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ OH2 എടുക്കുകയാണ്, H2O എടുക്കുകയാണ്, ഓക്കെ, OF2 എടുക്കുകയാണ്, OF2 എടുക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ് ഏതിനാണ് കൂടുതൽ ബോണ്ട് ആംഗിൾ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഇതിലാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഇതിലാണെങ്കിൽ ബോണ്ട് ആംഗിൾ കുറവായിരിക്കും. സോ ദിസ് വുഡ് ബി സ്മോളർ. ഇത് സ്മോളർ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് വിൽ ഹാവ് സ്മോളർ ബോണ്ട് ആംഗിൾ. ദിസ് വിൽ ഹാവ് സ്മോളർ ബോണ്ട് ആംഗിൾ. മനസ്സിലായോ? ഫൈൻ. ഇത്രയും ടെക്നീക്ക്, ഇത്രയും സിമ്പിൾ ടെക്നീക്സ് നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? നേരത്തെ കേസ് എന്താണ്? നേരത്തെ കേസ് വെൻ ഹൈബ്രിഡൈസേഷൻ ഇസ് സെയിം, സറൗണ്ടിങ് ആറ്റംസും സെയിം ആണ്, ലോൺ പെയറും സെയിം ആണ്, പക്ഷെ സെൻട്രൽ ആറ്റം ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുക. ബേസിക്കലി ഡ്രാഗോസ് റൂളും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, നേരെ മറിച്ച് ഹൈബ്രിഡൈസേഷൻ സെയിം ആണ്, ലോൺ പെയർ സെയിം ആണ്, സെൻട്രൽ ആറ്റം സെയിം ആണ്, സറൗണ്ടിങ് ആറ്റംസ് ഡിഫറെന്റ് ആണെങ്കിൽ ബോണ്ട് ആംഗിൾ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബോണ്ടഡ് ആറ്റം. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ സൈസ് ഓഫ് സൈഡ് ആറ്റം എന്താണ്? നിങ്ങൾക്കറിയാം താഴ്ത്തോട്ട് പോകുന്നവരും ഇപ്പൊ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് ഡിക്രീസിങ്. വെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് ഡിക്രീസിങ് അറ്റ് ദ സെയിം ടൈം സൈസ് ഇസ് ഇൻക്രീസിങ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം ബോണ്ട് ആംഗിൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് സൈഡ് ആറ്റം എന്ന്. സൈസ് ഓഫ് സൈഡ് ആറ്റം കൂടുന്തോറും ബേസിക്കലി ബോണ്ട് ആംഗിൾ കൂടുന്നു. ഗോട്ട് ഇറ്റ്? ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ച വെക്റ്റർ തിയറി ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ ആപ്ലിക്കബിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, എന്താണ് ഡൈപോൾ മൊമെന്റ്, എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, എത്രത്തോളം രസകരമാണ് ഇത് എന്നുള്ളതൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കും. ഒരു മിനിറ്റ് മക്കളെ. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും നോക്കുക. What is dipole moment? The polarity of any polar covalent bond or molecule is measured in terms of dipole moment. Polarity എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? പൊളാരിറ്റി എന്ന് ഉദ്ദേശിച്ചാൽ എല്ലാവരും നോക്കുക. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാനൊരു മോളിക്യൂൾ എടുക്കുകയാണ്, AB. തൽക്കാലത്തേക്ക് ഞാനൊരു മോളിക്യൂൾ AB എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ഐ എം ടെല്ലിംഗ് ദാറ്റ് electronegativity of B is greater than electronegativity of A. electronegativity of B electronegativity of A നേലും കൂടുതലാണെങ്കിൽ നിങ്ങൾക്കറിയാം B ഈ രണ്ട് ഇലക്ട്രോൺസും അടുത്തേക്ക് വലിക്കും. ഈ ബോണ്ടിലുള്ള രണ്ട് ഇലക്ട്രോൺസും അത് ബിയുടെ അടുത്തേക്ക് വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ ബിയുടെ സൈഡിൽ കുറച്ച് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരില്ലേ, എയുടെ സൈഡിൽ കുറച്ച് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരില്ലേ. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ എന്തുകൊണ്ടാണ്? കാര്യം ഇലക്ട്രോൺസ് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഈ സൈഡിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ പ്രസൻസ് വിൽ ബി മോർ, അല്ലെ? വിൽ ബി മോർ, യെസ് ഓ നോ? അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ബേസിക്കലി ഇത് വെറുതെ ഇങ്ങനൊരു റെക്ടാംഗിൾ ആയിട്ട് കാണുകയാണെങ്കിൽ ഈ സൈഡിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഈ സൈഡ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജും വരും, അല്ലെ? ഇത് തന്നെയാണ് പൊളാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ബോണ്ടിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ബോണ്ടിൽ when electrons move a polarity is created. Okay, due to electronegativity difference, when electrons move a polarity is created. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ Hഉം Fഉം എടുക്കുകയാണ്. ഫ്ലൂറിൻ എന്ന് വെച്ചാൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ തലതൊട്ടപ്പൻ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളവനാണ്. അവൻ എന്ത് ചെയ്യും? ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഇതിന്റെ അടുത്തേക്ക് വലിക്കും. ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് അടുത്തേക്ക് വലിക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതാണ് ഈ ഒരു ഓർബിറ്റൽ സൈസ് അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാത്തിന് ഇവിടെ വിട്ട് കൂടുതൽ, അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ ഭാഗത്ത് കൂടുതലായിരിക്കും എന്ന് വിചാരിക്കുക. യെസ് ഓ നോ? യെസ് ഓ നോ? ഫോർ എക്സാമ്പിൾ ഇത് ഫ്ലൂറിന്റെ ന്യൂക്ലിയസ് ഇവിടെയും ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് ഇവിടെയാണെന്ന് വിചാരിക്കുക. കൂടുതൽ ഈ സൈഡിലായിരിക്കും ഈ ഇലക്ട്രോൺസിന്റെ, അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ സൈഡിലായിരിക്കും, ഫ്ലൂറിന്റെ സൈഡിലായിരിക്കും കൂടുതൽ. അങ്ങനെ വരുമ്പോൾ ക്രിയേറ്റ് ആവുന്ന ഒരു ഫിനോമിനൻ ആണ് ഡൈപോൾ മൂവ്മെന്റ്. ഡൈപോൾ, രണ്ട് പോൾസ് ഉണ്ട്, ഒരു നെഗറ്റീവ് എൻഡും ഒരു പോസിറ്റീവ് എൻഡും. പോസിറ്റീവ് എൻഡ് ഇസ് ബേസിക്കലി പാർഷ്യലി പോസിറ്റീവ്, ദിസ് ഇസ് പാർഷ്യലി നെഗറ്റീവ്. എന്തുകൊണ്ടാണ് പാർഷ്യലി പോസിറ്റീവ്? ഫുൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ NaCl എടുക്കുകയാണെങ്കിൽ NA ഒരു ഇലക്ട്രോൺ മൊത്തം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന് Na പ്ലസും Cl മൈനസും ആയി. ഒരു ഇലക്ട്രോൺ മൊത്തത്തിൽ അങ്ങോട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഫുൾ പോസിറ്റീവ് ചാർജും ഫുൾ നെഗറ്റീവ് ചാർജും. ഇത് ബേസിക്കലി ഇലക്ട്രോൺ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, ഒന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒന്ന് അങ്ങോട്ട് മാറിയുന്നു. ഓക്കെ,
Fine. And understand ഈ dipole moment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. Okay. This vector always faces ഒരു ബോണ്ടിൽ ഒരു dipole moment ഉണ്ട് എന്ന് വിചാരിക്കുക. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് അതിന് ഒരു dipole moment ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ബോണ്ടിന്റെ dipole moment will always be facing from the positive side to the negative side. അതാണ് ഈ ആരോ വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. Always understand dipole momentനെ ഇങ്ങനെയാണ് denote ചെയ്യുക. Okay, and it is from the positive end. Always faces from the positive end to the negative end. Always faces from the positive end to the negative end. For example, ഞാനിപ്പോൾ വെള്ളത്തിന്റെ കേസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ രാജ്ഞിയാണ് അല്ലേ? ഫ്ലൂറിൻ കിങ് ആണെങ്കിൽ ഇത് ക്വീൻ ആണ്. അപ്പൊ ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. കാര്യം എന്താണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻസിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജസും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ബോണ്ടിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്, പോസിറ്റീവ് ടു നെഗറ്റീവ്. അതേപോലെ തന്നെ ഈ ഒരു ബോണ്ടിലും ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്, പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, ബേസിക്കലി ഇതാണ് ബോണ്ട് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ബോണ്ട് ഡൈപോൾ, ഒരു ബോണ്ടിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം വരുന്ന ഡൈപോൾ മൊമെന്റ്, അതാണ് ബോണ്ട് ഡൈപോൾ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ തരാം ഞാൻ മക്കളെ. സിമ്പിൾ ആയിട്ട് വേറൊരു എക്സാമ്പിൾ തരാം, എല്ലാവരും നോക്കാം. ഇപ്പൊ ഞാൻ CF4 കേസ് എടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാം ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ ബേസിക്കലി കാർബണ് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഫ്ലൂറിൻസിന് ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. സോ ഈച്ച് ബോണ്ട്, എല്ലാ ബോണ്ടിലും നോക്കുക, ഈ ഒരു ബോണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഈ ഒരു ബോണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ്. ഈ ഒരു ബോണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. ഈ ഒരു ബോണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. യെസ് ഓർ നോ? അപ്പൊ ഈച്ച് ബോണ്ടിലും ഒരു ഡൈപോൾ മൊമെന്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇഫ് ദർ ഇസ് ആൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും നോക്കുക, ദ പ്രോഡക്റ്റ്, ഇപ്പൊ ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ആണ്. ഓക്കെ, എല്ലാ വെക്ടറിനും ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്, പോസിറ്റീവ് ടു നെഗറ്റീവ്. അതേപോലെ തന്നെ എല്ലാ വെക്ടറിനും ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട് അല്ലെ? വെക്ടറിന് ഡയറക്ഷൻ മാത്രമല്ല, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ദ പ്രോഡക്റ്റ് ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് Q ആൻഡ് ദ ഡിസ്റ്റൻസ് D between two poles is called as dipole moment. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ എല്ലാവരും നോക്കുക, ഞാനിപ്പോ എയും ബിയും, A and B ഒരു മോളിക്യൂൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, കോവലന്റ് ബോണ്ടഡ്. ഓക്കെ, ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. ഇപ്പൊ ഞാൻ പറയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ്, എല്ലാവരും നോക്കുക, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് B is greater than A എന്ന് വിചാരിക്കുക. അതായത് ഈ രണ്ട് ഇലക്ട്രോൺസും വിൽ ബി ക്ലോസർ ടു B. ബിയുടെ അവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് Q ആണ് എന്ന് വിചാരിക്കുക. ആ ചാർജ് ഇവിടെ ഇപ്പൊ -Q ആണെങ്കിൽ ഇവിടെ +Q ആയിരിക്കില്ലേ? അല്ലേ? കാരണം ഈ മൂവ്മെന്റ് കാരണം ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് വരുന്നു അത്രയും തന്നെ പോസിറ്റീവ് ചാർജ് ഇവിടെ വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ ചാർജ് -1.3 × 10⁻⁻20 ആണ് എന്ന് വിചാരിക്കുക. 20 കൂളംബ് ആണെങ്കിൽ ഇവിടുത്തെ ചാർജ് വരാൻ പോകുന്നത് +1.3 × 10⁻⁻20 കൂളംബ് ആയിരിക്കും. കാര്യം ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് വരുന്നു അത്രയും തന്നെ പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. യെസ് ഓർ നോ? ഈ ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് is nothing but, ഇതിൽ ഏതെങ്കിലും ഒരു മാഗ്നിറ്റ്യൂഡ് എടുക്കുക, Q പ്ലസോ മൈനസോ ആഡ് ചെയ്യണ്ട, Q മാത്രം എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ -Q എടുക്കണോ +Q എടുക്കണോ? വെറുതെ Q മാത്രം എടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 1.3 × -20 എന്ന് എടുത്തില്ലേ? 1.3 × -20 into the distance. എത്രയാണോ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, അതാണ് ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. ഞാൻ അണ്ടർസ്റ്റാൻഡ് ഈ യൂണിറ്റ് വരുന്നത് കൂളംബ് മീറ്ററിലായിരിക്കും അല്ലെ? കൂളംബ് is a unit of charge, meter is a unit of distance. ഓക്കെ, അതല്ലാതെ തന്നെ ഡൈപോൾ മൊമെന്റിന് ഒരു കോമൺ യൂണിറ്റ് ഉണ്ട്, dby എന്ന് പറഞ്ഞാൽ 1 dby is equal to 3.33 × 10⁻⁻30 കൂളംബ് മീറ്റർ.
1 d by is equal to 3.33 into 10 power minus 30 coulomb meter. For example, ഇപ്പൊ അവര് പറഞ്ഞു ഒരു മോളിക്യൂൾ ഉണ്ട്, ഒരു മോളിക്യൂൾ എ ബി ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു മോളിക്യൂൾ എ ബിയുടെ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട്, ഡൈപോൾ മൊമെന്റ് എക്സ് കൂളംബ് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഡി ബൈയിലേക്ക് കൺവേർട്ട് ചെയ്യുക? വെരി സിമ്പിൾ. 1 d by is equal to 3.33 into 10 power minus 30. So this is nothing but x divided by 3.33 into 10 power minus 30 coulomb meter. Okay, unit conversion. അല്ല, 1 d by is equal to ഇത്ര. അപ്പോൾ എക്സ് കൂളം മീറ്റർ എത്ര ഡി ബൈ ആയിരിക്കും? യെസ് ഓ നോ? പെർഫെക്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഇ എസ് യു സെന്റിമീറ്റർ യൂണിറ്റിലും നിങ്ങൾക്ക് കണ്ടെത്താം 1 d by is equal to 1 into 10 power minus, അതായത് 10 power minus 18 ഇ എസ് യു സെന്റിമീറ്റർ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഇ എസ് യു. ഗോട്ട് ഇറ്റ്? ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. സോ ഒരു ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗോസ് ഫ്രം പോസിറ്റീവ് എൻഡ് ടു ദ നെഗറ്റീവ് എൻഡ്. ഒരു ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇൻ ടു ഡിസ്റ്റൻസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, now dipole moment is a vector quantity that is it has both magnitude as well as direction. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, direction of dipole moment is represented by an arrow pointing from electropositive to electronegative element. അതായത് ആ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നതാണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഓക്കെ, യെസ് ഓർ നോ? ആൻഡ് ഫ്രം സെൻട്രൽ ആറ്റം ടു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇത് കുറേ സ്റ്റുഡൻസ് ഇത് മനസ്സിലാക്കില്ല. അതായത് നമ്മൾ ഡൈപോൾ മൊമെന്റ് എടുക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ട് ടൈപ്പ് ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഡൈപോൾ മൊമെന്റ് is of two type. Dipole moment is of two type. One is bond moment. Okay, the other one is lone pair moment. ഈ ബോണ്ട് മൊമെന്റ് ആണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, എയും ബിയും തമ്മിൽ ബോണ്ടഡ് ആണെങ്കിൽ ബി ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഡൈപോൾ മൊമെന്റ് വിൽ ബി ഫ്രം ദ പോസിറ്റീവ് എൻഡ് ടു ദ നെഗറ്റീവ് എൻഡ്. ഓക്കെ, എന്നാൽ ലോൺ പെയർ മൊമെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും നോക്കുക. ലോൺ പെയർസ് കൊണ്ട് ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റ് ആണ് ലോൺ പെയർ മൊമെന്റ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വെള്ളത്തിന്റെ കേസ് എടുക്കുകയാണ്. വെള്ളത്തിന്റെ കേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ബോണ്ട് മൊമെന്റ് രണ്ടെണ്ണം ഉണ്ട് അല്ലെ? ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് ബോണ്ട് മൊമെന്റ് ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഓക്സിജന് രണ്ട് ലോൺ പെയർ ഉണ്ട്. ഓക്സിജന് രണ്ട് ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ഓക്സിജന് രണ്ട് ലോൺ പെയർ ഉണ്ട്. ഈ രണ്ട് ലോൺ പെയർ കൊണ്ട് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അതായത് ഫ്രം ദ സെൻട്രൽ ആറ്റം ടു ദ ലോൺ പെയർ. അതായത് ഇങ്ങനെ ഒരു ഡൈപോളും ഉണ്ട്, ഇങ്ങനെ ഒരു ഡൈപോളും ഉണ്ട്. ഇങ്ങനെ രണ്ട് ഡൈപോൾസ് ഉണ്ട്. അതായത് ഫ്രം ദ സെൻട്രൽ ആറ്റം ടു ദ ലോൺ പെയർ ഒരു ഡൈപോൾ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, വേറൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ NH3യുടെ കേസ് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. NH3ക്ക് നിങ്ങൾക്കറിയാം നൈട്രജൻ ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് വേറൊരു കേസ് അറിയാം. ബോണ്ട് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫ്രം പോസിറ്റീവ് എൻഡ് ടു നെഗറ്റീവ് എൻഡ്, അല്ലെ? ഇതേപോലെ തന്നെ ഫ്രം സെൻട്രൽ ആറ്റം ടു ദ ലോൺ പെയർ ഒരു ഡൈപോൾ മൊമെന്റ് അങ്ങനെയും വരുന്നുണ്ട്. അതാണ് ലോൺ പെയർ മൊമെന്റ്. ലോൺ പെയർ കൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ്. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, ഈച്ച് ബോണ്ട് കോൺട്രിബ്യൂട്ട്സ് എ ഡൈപോൾ, ലോൺ പെയർ ഓൾസോ കോൺട്രിബ്യൂട്ട്സ് എ ഡൈപോൾ. Okay, next, in the diatomic molecule mu depends upon electronegativity difference of
the two atoms. അതിൻ്റെ അർത്ഥം എന്താണ്? ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം dipole moment depends on how strongly ഒരു എയും ബിയും എടുത്തു കഴിഞ്ഞാൽ dipole moment dipole moment basically depends on ഈ ഒരു മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെട്ടായിരിക്കും, ഈ പാർഷ്യൽ ചാർജ് എത്ര ഉണ്ട് എന്ന അടിസ്ഥാനപ്പെട്ടായിരിക്കും. കാരണം ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് നത്തിങ് ബട്ട് Q into D. അപ്പൊ ഇവിടെ വരുന്ന ചാർജസിനെ അനുസ്പദമായിട്ടായിരിക്കും അല്ലെ, ഇതിനോട് അനുബന്ധിച്ചിട്ടായിരിക്കും അല്ലെ. യെസ് ഓ നോ? Q into D. ഈ ക്യൂയുടെ വാല്യൂ ഡിപ്പെൻസ് ഓൺ എത്ര മൂവ് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോൺസ് എത്ര അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചായിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. സോ ബേസിക്കലി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് അത്രയും അങ്ങോട്ട് നീങ്ങും. ഇലക്ട്രോൺസ് അത്രയ്ക്ക് അങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ ക്യൂ വാല്യൂ അത്രയും കൂടും. ക്യൂ വാല്യൂ അത്രയും കൂടുമ്പോൾ മ്യൂ വാല്യൂ അത്രയും കൂടും. ഫോർ എക്സാമ്പിൾ HF എടുക്കുകയാണ്, HCl എടുക്കുകയാണ്, HBr എടുക്കുകയാണ്, HI എടുക്കുകയാണ്. ഇതിന്റെ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഓർഡർ HF ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HI. കാര്യം എന്താണ്? ഫ്ലൂറിൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഫ്ലൂറിൻ വളരെയധികം ഇലക്ട്രോനെഗറ്റിവിറ്റി, തലതൊട്ടപ്പനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ. അത്രയും തന്നെ ക്യൂ വാല്യൂ കൂടും. ക്യൂ വാല്യൂ കൂടുമ്പോൾ മ്യൂ വാല്യൂ കൂടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3Cl is greater than CH3F is greater than CH3Br. CH3Br is greater than CH3I. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങളിൽ പലരും ചോദിക്കും, സർ അതെങ്ങനെയാണ് സർ? ഇവിടെ ഫ്ലൂറിൻ അല്ലേ, ഫ്ലൂറിൻ തന്നെയല്ലേ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ ഇതല്ല ആദ്യം വരേണ്ടത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മ്യൂ ഡിപ്പെൻസ് ഓൺ Q and D. ക്യൂനോടും ഡിനോടും ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനോടും അടിസ്ഥാനപ്പെട്ടിട്ടാണ്. അപ്പൊ നിങ്ങളിപ്പോ കാർബണും ക്ലോറിനും തമ്മിലുള്ള ഒരു ബോണ്ട് എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കൂടുതലാണ്. കാര്യം എന്താണ്? ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ആറ്റമാണ്. കാർബണും ഫ്ലൂറിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കുറവാണ്, ബോണ്ട് ലെങ്ത് കുറവാണ്. ഇവിടെ ബോണ്ട് ലെങ്ത് കൂടുതലാണ്. യെസ് ഓ നോ? ഈവൻ ദോ ക്യൂ വാല്യൂ ചിലപ്പോ ഇതിനായിരിക്കും കൂടുതൽ, പക്ഷെ ഡി വാല്യൂ ഇതിനാണ് കൂടുതൽ. സോ പ്രോഡക്റ്റിനോട് അനുബന്ധിച്ചിട്ടാണ് ഇരിക്കുന്നത് ആക്ച്വലി, ക്യൂനോട് മാത്രമല്ല Q into D. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ അപ്പൊ ഇതോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എക്സ്പെരിമെന്റലി ഫൗണ്ട് ഔട്ട് റിസൾട്ട് ആണ്. ക്യൂവും ഡിയും ഉണ്ട്. ക്യൂ കൂടുന്തോറും മ്യൂ കൂടുന്നു, ഡി കൂടുന്തോറും മ്യൂ കൂടുന്നു. സോ ബേസിക്കലി ഈ റിസൾട്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട റിസൾട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ CH3Cl CH3F കാര്യം പറഞ്ഞു. ഇവിടെ ക്യൂ വാല്യൂ ഇതിനാണ് കൂടുതലെങ്കിലും, കാര്യം ഇലക്ട്രോനെഗറ്റിവിറ്റി എഫിനാണ് കൂടുതലെങ്കിലും ഡി ഇവിടെയാണ് കൂടുതൽ. അപ്പൊ Q into D ഇവിടെയാണ് കൂടുതൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ അങ്ങനെയാണെങ്കിൽ ഇതിനല്ല ഡി വാല്യൂ കൂടുതൽ, ഇതിന് പക്ഷെ ക്യൂ വാല്യൂ അത്രയും കുറവാണ്, കാരണം അയഡിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി അത്രയും കുറവാണ്. സോ പ്രോഡക്റ്റിനോട് അനുബന്ധിച്ചിട്ടാണ് ഇതിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ രണ്ട് ഓർഡേഴ്സ് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇത് എസ്പെഷ്യലി ഇത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. CH3Cl is greater than CH3F which is greater than CH3Br which is greater than CH3I. Okay, because it depends on both Q and D. Q ഇതിനായിരിക്കും കൂടുതൽ, പക്ഷേ Q into D ഇതിനായിരിക്കും കൂടുതൽ. കാര്യം ഇതിന് ഡി വാല്യൂ കുറവാണ്. ഫ്ലൂറിൻ ചെറിയ ആറ്റമാണ്, അപ്പൊ ബോണ്ട് ലെങ്ത് കുറവാണ്. ക്ലോറിൻ വലിയ ആറ്റമാണ്, അപ്പൊ ബോണ്ട് ലെങ്ത് കൂടുതലാണ് അല്ലേ. അതായത് ക്ലോറിന്റെ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ വലിയ ഓർബിറ്റൽസ് ആയിരിക്കും ബോണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫ്ലൂറിന്റെ ചെറിയ ചോട്ട് കുഞ്ഞായിരിക്കും അല്ലേ. ഫൈൻ. നെക്സ്റ്റ്, for polyatomic molecules mu depends on the vector sum of the dipole moments of all the covalent bonds. ഇപ്പൊ ഞാൻ ഒരു ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ബോണ്ടിന്റെ ഡൈപോൾ മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ സിമ്പിൾ ആണ്. ഇവിടെ വരുന്ന ഇപ്പൊ സപ്പോസ് ബി മോർ ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ വരുന്ന പാർഷ്യൽ നെഗറ്റീവ് ചാർജിന്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഏതെങ്കിലും മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇഫ് ദിസ് ഇസ് Q, ഓക്കെ, ഇത് -Q ആണ്, ഇത് +Q ആണെങ്കിൽ ആ Q വാല്യൂ എടുക്കുക മൾട്ടിപ്ലൈഡ് ബൈ D. ദാറ്റ് വിൽ ബി ദ ഡൈപോൾ മൊമെന്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഞാനിപ്പോൾ NH3 പോലത്തെ ഒരു മോളിക്യൂൾ എടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ ഡൈപോൾ മൊമെന്റ് ഓഫ് ദി എൻറ്റയർ മോളിക്യൂൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് it has dipoles in all
It has dipole over here, mu ഉണ്ട്, mu1 ഉണ്ട്, mu2 ഉണ്ട്, ഈ ബോണ്ടിൽ ഒരെണ്ണമുണ്ട്, mu3 ഉണ്ട്, ഈ ബോണ്ടിൽ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ലോൺ പെയറും ഉണ്ട്. സോ ബേസിക്കലി വെക്ടർ സം ഓഫ് ഓൾ, എല്ലാത്തിൻ്റെയും വെക്ടർ സം, ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ വെക്ടർ സം ഓഫ് ഓൾ ആയിരിക്കും ടോട്ടൽ ഡൈപോൾ മൊമെന്റ്. യെസ് ഓർ നോ? റിസൾട്ടന്റ് വെക്ടർ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്, ആ മോളിക്യൂളിന്റെ. യെസ് ഓർ നോ? പെർഫെക്റ്റ് നോട്ട്? ഇത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ, ഇത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട. ഫോർ എക്സാമ്പിൾ CCl4 എടുക്കുകയാണ്, CCl4 എടുക്കുകയാണ്. എല്ലാവരും നോക്കുക, CCl4ന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി നിങ്ങൾ നോക്കുകയാണ്, ഇൻഡിവിജ്വലി നിങ്ങൾ നോക്കുമ്പോൾ CCl4ന്റെ ഇൻഡിവിജ്വലി നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ ബോണ്ടിലും ഡൈപോൾ മൊമെന്റ് ഉണ്ട്, എല്ലാ ബോണ്ടിലും ഡൈപോൾ മൊമെന്റ് ഉണ്ട്, എല്ലാ ബോണ്ടിലും ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, പക്ഷേ വെക്ടർ സം നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ക്യാൻസൽഡ് ഔട്ട്. വെക്ടർ സം നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ക്യാൻസൽഡ് ഔട്ട്. അതായത് ഈ മൂന്നെണ്ണത്തിന്റെ റിസൾട്ടന്റ് വെക്ടർ വിൽ ബി ഫേസിംഗ് ഡൗൺ ആൻഡ് ദാറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഓഫ് വിത്ത് ദ റിസൾട്ടന്റ് വെക്ടർ ഓവർ ഹിയർ. ഞാൻ ഇതിന്റെ കറക്റ്റ് ഇത് പറഞ്ഞു തരുന്നില്ല, കാൽക്കുലേഷൻ പറഞ്ഞു തരുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാം വെക്ടർ ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ട് ഡൈപോൾ എടുക്കുകയാണ്, mu1 ഉം mu2 എടുക്കുകയാണ്. അതിന്റെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? റിസൾട്ടന്റ് വെക്ടർ വിൽ ബി ഈക്വൽ ടു mu1 സ്ക്വയർ പ്ലസ് mu2 സ്ക്വയർ പ്ലസ് 2 mu1 mu2 cos theta. അല്ലെ, റൂട്ട് ഓഫ് mu1 സ്ക്വയർ പ്ലസ് mu2 സ്ക്വയർ പ്ലസ് 2 mu1 mu2 cos theta. ഇത് ഉപയോഗിച്ചിട്ടാണ് രണ്ട് വെക്ടറിന്റെ അല്ലെങ്കിൽ രണ്ട് ഡൈപോൾ, ഇപ്പൊ രണ്ട് ഡൈപോൾ രണ്ട് വെക്ടറാണ്, ഓക്കെ, അതിന്റെ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത്. ബേസിക്കലി ഇങ്ങനെ ഒരു ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറിൽ ഞാൻ ആംഗിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആംഗിൾസിന്റെ കോസ് വാല്യൂസ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സിമെട്രിക് മോളിക്യൂൾസ് എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? സറൗണ്ടിങ് ആറ്റംസ് ആർ സെയിം. Surrounding atoms are same, okay, and lone pair is not present, is not there. എന്ന് കണ്ടു കഴിഞ്ഞാൽ understand mu net is equal to 0. Net dipole moment will be is equal to 0. For symmetric molecules, surrounding atoms same, lone pair ഇല്ലാത്ത molecules ആണെങ്കിൽ കണ്ണടച്ച് അതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, CSCl3 അല്ല, CSCl3 ഞാൻ തിരിച്ചു വരാം. CSCl3യിലേക്ക് PCl5 എടുക്കുകയാണ്. PCl5യുടെ ജോമെട്രി നോക്കൂ. സറൗണ്ടിങ് ആറ്റംസ് എല്ലാം സെയിം ആണ്, ലോൺ പെയർ ഇല്ല. നെറ്റ് ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയിരിക്കും. ഇവന്റെ ഈ ഡൈപോളായിട്ട് ക്യാൻസൽ ആവും. ഈ ഡൈപോള് ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് ഡൈപോൾ ആയിട്ട് ക്യാൻസൽ ആവും, അല്ലെ? ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് വരുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. നിങ്ങൾ വെക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഓഫ് വിത്ത് ദിസ്. യെസ് ഓർ നോ? ഫൈൻ. അനദർ എക്സാമ്പിൾ ഇസ് SF6. SF6 നോക്കുകയാണെങ്കിൽ SF6 ഈ ഡൈപോള് വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഔട്ട് വിത്ത് ദിസ്. ഈ ഡൈപോൾ വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഔട്ട് വിത്ത് ദിസ്. ഈ ഡൈപോൾ വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഔട്ട് വിത്ത് ദിസ്. നെറ്റ് ഡൈപോൾ ഇസ് ഈക്വൽ ടു 0. യെസ് ഓർ നോ? നെക്സ്റ്റ് എക്സാമ്പിൾ BF3. ഈ ഒരു ഡൈപോൾ വിൽ ഗെറ്റ് ക്യാൻസൽഡ് ഔട്ട് വിത്ത് ഇതിന്റെയും റിസൾട്ടന്റ് വെക്ടർ ആയിട്ട് ക്യാൻസൽ ആയി, അല്ലെ? ഇത് സപ്പോസ് mu ആണ് എന്ന് വിചാരിക്കുക. ഇതും mu ആണ്, അല്ലെ? യെസ് ഓർ നോ? BF3യുടെ ബോണ്ട് ആംഗിൾ എന്താണ്? ഞാൻ ഇപ്പൊ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. BF3യുടെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് ഓക്കെ, ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് വിൽ ബി is equal to mu square plus 2 mu square cos of 120 degree. Yes or no? Yes or no, my dear students? Yes or no? Mu square plus 2 mu square cos of 120 degree. Yes. കാരണം mu1 സ്ക്വയർ പ്ലസ് mu2 സ്ക്വയർ പ്ലസ് 2 mu1 mu2 cos theta ആണ്. mu1 സ്ക്വയർ പ്ലസ് mu2 സ്ക്വയർ പ്ലസ് 2 mu1 mu2 cos
കോസ് തീറ്റയാണ്. ഇവിടെ കോസ് തീറ്റ എന്താണ് വരുന്നത്? 120 ഡിഗ്രിയാണ്. ഇവിടെ കോസ് തീറ്റ എന്താണ് വരുന്നത്? 120 ഡിഗ്രിയാണ്. അല്ലേ? അല്ലേ? യെസ് ഓർ നോ? സോ ബേസിക്കലി ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? കോസ് 120 എന്താണ്? കോസ് 120 ഈസ് ഈക്വൽ ടു -1/2. ഓക്കെ, -1/2. സോ ബേസിക്കലി -1/2 ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു 2 mu square minus mu square. mu square എന്ന് വരും. അപ്പൊ ഈ മ്യൂ റിസൾട്ടന്റ് വരുന്നത് എന്താണ്? മ്യൂ ആണ്. സോ ബേസിക്കലി ഈ വാല്യൂ, ഈ റിസൾട്ടന്റ് വാല്യൂ വരുന്നത് മ്യൂ ആണ്. അതേപോലെ തന്നെ ഇപ്പുറത്തേക്കും ഒരു മ്യൂ ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. BF3 SF6 എടുത്താലും PCl5 എടുത്താലും. സോ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. സിമെട്രിക് മോളിക്യൂൾസ്, അതായത് സറൗണ്ടിങ് ആറ്റംസ് സെയിം ആണ്, നമ്പർ ഓഫ് ലോൺ പെയർസ് 0 ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് അതിന്റെ മ്യൂ 0 ആയിരിക്കും. നമ്പർ ഓഫ് ലോൺ പെയർസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നുണ്ട്, Q+R/2 വെച്ചിട്ട്. ഓക്കെ, നമ്പർ ഓഫ് ലോൺ പെയർസ് 0 ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിന്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ബെൻസീൻ, നാഫ്തലീൻ, ഡൈഫീനൈൽ ഹാവ് mu is equal to 0 due to planar structure. എല്ലാവരും നോക്കുക. ഈ ബെൻസീന്റെ, ഇപ്പൊ ബെൻസീന്റെ എടുക്കുകയാണ്, ഇതൊരു sp2 ഹൈബ്രിഡൈസ് കാർബൺ ആണ്. ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഫ്രം ഹൈഡ്രജൻ ടു കാർബൺ അല്ലെ? പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡ്. ഇത് sp2 ഹൈബ്രിഡൈസ് കാർബൺ. അതേപോലെ തന്നെ ഇവിടെയും ഒരു ഡൈപോൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ടാവും. ഇവിടെയും ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ടാവും. ഇവിടെയും ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ടാവും അല്ലെ? ഇത് ഇവനായിട്ട് ക്യാൻസൽ ആവും. ഇത് ഇവനായിട്ട് ക്യാൻസൽ ആവും. ഇത് ഇവനായിട്ട് ക്യാൻസൽ ആവും. സെയിം രീതിയിൽ തന്നെ ഇവന്മാരുടെ രണ്ടുപേരുടെ നാഫ്തലീൻ എടുക്കുകയാണെങ്കിലും ഡൈഫീനാൽ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിലും അവരുടെ ഒക്കെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. കാര്യം അത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇവിടെ ഈ ഹൈഡ്രജന്റെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അതിന്റെ ഡൈപോൾ വരുന്ന ഈ ഡയറക്ഷൻ ആണ്. അത് ബേസിക്കലി ഇവിടുത്തെ ഈ ഹൈഡ്രജൻ ആയിട്ടുള്ള ഡൈപോൾ ആയിട്ട് ക്യാൻസൽ ആവും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. യെസ് ഓർ നോ? പെർഫെക്റ്റ്, ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇനി CHCl3യുടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, CHCl3ക്ക് വല്ല ഡൈപോൾ ഉണ്ടോ നോക്കാം. CHCl3യുടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാർബൺ സ്ലൈറ്റ്ലി മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പൊ ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ട്. ക്ലോറിന്റെ 3 എണ്ണം അടിയിലോട്ടാണ്. സോ ദർ വിൽ ബി എ നെറ്റ് ഡൈപോൾ മൊമെന്റ് ദാറ്റ് ഇസ് ഫേസിംഗ് ഡൗൺവേർഡ്സ്. mu net is not equal to 0 അല്ലെ? CCl ബോണ്ടിന്റെ 3 എണ്ണം താഴ്ത്തോട്ടും CH ബോണ്ടിന്റെ ഒരെണ്ണം താഴ്ത്തോട്ടും തന്നെയാണ്. എല്ലാം സെയിം ഡയറക്ഷൻ ആണ്. mu net is not equal to 0. യെസ്, ഫൈൻ. ഇനി അടുത്ത നിങ്ങൾ നോക്കുക. ഞാൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫോർ എക്സാമ്പിൾ, H2O ഡൈപോൾ മൊമെന്റ് 0 ആണോ അല്ലയോ? H2Oയുടെ ഡൈപോൾ മൊമെന്റ് 0 ആണോ അല്ലയോ? ഒബ്വിയസ്ലി നിങ്ങൾ നോക്കുക, ഇതാണ് H2Oയുടെ സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലോൺ പെയറിനും ഡൈപോൾ ഉണ്ട് അല്ലെ? അതായത് ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ട്, ഇങ്ങനെ ഒരു ഡൈപോൾ ഉണ്ട്, പിന്നെ ലോൺ പെയർസിന്റെ ഡൈപോളും ഉണ്ട് അല്ലെ? എല്ലാം കൂടി ആഡ് ചെയ്ത് they are not getting cancelled off. mu net is not equal to 0. mu net is not equal to 0. mu is not equal to 0. അതുകൊണ്ടാണ് വാട്ടർ is a polar molecule എന്ന് വിളിക്കപ്പെടുന്നത്. ഡൈപോൾ മൊമെന്റ് 0 അല്ലെങ്കിൽ it is a polar molecule. Water is an example of a polar molecule. Yes or no? നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പൊ സപ്പോസ് നീറ്റിൽ എസ്പെഷ്യലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ബെൻസീൻ റിങ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ബെൻസീൻ റിങ് തന്നിട്ട് ഇങ്ങനെ, അതായത് 1,2 dichlorobenzene, 1,3 dichlorobenzene, okay, and 1,4 dichlorobenzene. ഇവര് തമ്മിലുള്ള ഡൈപോള് കമ്പയർ ചെയ്യാൻ പറയും. യെസ് ഓർ നോ? അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ CH3NO2, ഓർത്തോ നൈട്രോട്ടൊളുവീൻ, മെറ്റാ നൈട്രോട്ടൊളുവീൻ, ഓക്കെ, പാരാനൈട്രോട്ടൊളുവീൻ, ഇവന്മാര് തമ്മിലുള്ള കമ്പയർ ചെയ്യാൻ പറയും. യെസ് ഓർ നോ? ഫൈൻ. അല്ലെങ്കിൽ വേറെ ഒന്നും കൂടി തന്നു കളയാം.
വേറെ ഒന്നും കൂടി തന്നു കളയാം. എക്സ് NO2. എക്സ് എന്ത് ഹാലജൻ വേണമെങ്കിലും ആവാം. എക്സ് NO2. എക്സ് NO2. ഓക്കെ, എക്സ് എന്ന് വേണ്ട, നമുക്കിവിടെ ക്ലോറിൻ തന്നെ കൊടുക്കാം. ക്ലോറിൻ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അവര് പറയാണ് ഇതിന്റെ ഡൈപോൾ മൊമെന്റ്സ് കമ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതിന്റെ ട്രിക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതിന്റെ ട്രിക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക. എനിക്കിപ്പോ C6H4X2 എന്നൊരു കോമ്പൗണ്ട് കിട്ടി. Where X is an electron withdrawing group. Where X is an example of an electron withdrawing group. X is an example of electron withdrawing group. X electron withdrawing group ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ will be greater than meta will be greater than para. C6H4X2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ റിംഗിൽ 2 ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണ്. ആ 2 ഗ്രൂപ്പും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ CL രണ്ടും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. കാർബണിൽ നിന്ന് അത് ഇലക്ട്രോൺ വലിച്ചെടുക്കുന്നു. ഓർത്തോ, ഇത് ബേസിക്കലി ഓർത്തോ പൊസിഷൻ ആണ്. ഇത് ബേസിക്കലി മെറ്റാ പൊസിഷൻ ആണ്. ഇത് ബേസിക്കലി പാരയാണ്. ഓർത്തോ വിൽ ബി ഗ്രേറ്റർ ദാൻ മെറ്റാ വിൽ ബി ഗ്രേറ്റർ ദാൻ പാര. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇത് തമ്മിലുള്ള ആംഗിൾസ് നോക്കൂ. ഇതാണ് ഏറ്റവും കുറവ് ആംഗിൾ. ഇത് കുറച്ചും കൂടി കൂടുതലാണ്. ഇത് നേരെ 180 ഡിഗ്രി ആണ്. സോ ബേസിക്കലി റിസൾട്ടന്റ് വെക്ടറിനെ നോക്കുമ്പോൾ 2 cos θ മ്യൂ സ്ക്വയർ പ്ലസ് 2 cos θ എടുക്കുമ്പോൾ ബേസിക്കലി ആ cos θ കൂടുന്നു. തീറ്റ കൂടുന്തോറും വെക്ടേഴ്സ് ക്യാൻസൽ ആയി വരികയാണ് അല്ലെ. തീറ്റ കൂടുന്തോറും റിസൾട്ടന്റ് വെക്ടർ കുറഞ്ഞു വരികയാണ് അല്ലെ. ഇവിടെ ബേസിക്കലി മ്യൂ വാല്യൂ വരാൻ പോകുന്നത് 0 ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം ഇതിന്റെയും ക്യാൻസൽ ആയിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C6H4XY. okay, where X is electron donating group, എല്ലാവരും നോക്കുക. X is electron donating group, Y is electron withdrawing group ആണെങ്കിൽ understand that para greater than meta greater than ortho. ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഈ CS3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അത് ബേസിക്കലി ഇലക്ട്രോണിനെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഡൈപോൾ വരാൻ പോകുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, കാര്യം എന്താണ്? ഇത് sp2 ഹൈബ്രിഡൈസ് ആണ്, ഇത് sp3 ആണ്. ഓക്കെ, അപ്പൊ ദിസ് ഇസ് കമ്മിങ് ടുവേർഡ്സ് ദ ബെൻസീൻ റിംഗ്. ഓക്കെ, NO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗും ഇലക്ട്രോൺ വിഡ്രോയിങ്ങും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാരാ വിൽ ബി ഗ്രേറ്റർ ദാൻ മെറ്റാ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർത്തോ. എന്തുകൊണ്ടാണ്? വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ നിങ്ങൾ ബോണ്ട് ആംഗിൾസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക. ദിസ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ദിസ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. രണ്ടും സെയിം ഡയറക്ഷനിലേക്കാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നോക്കുക. ദിസ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ദിസ് ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ബേസിക്കലി എലോങ്ങേറ്റ് ചെയ്ത് വരുമ്പോൾ ആംഗിൾ വരുന്നത് ഇത്രയും. ഈ ആംഗിൾ വരുന്നത് 0 ആണ്. ഈ ആംഗിൾ വരുന്ന തീറ്റയാണ്. ഈ ആംഗിൾ വരാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിരിക്കും അല്ലെ. ഈ ആംഗിൾ വരാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിരിക്കും. ടോട്ടൽ ആംഗിൾ വരാൻ പോകുന്നത് ഏറ്റവും കൂടുതലായിരിക്കും ഇവിടെ. യെസ് ഓർ നോ? സോറി, ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇതല്ല. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടറിയാം. ദിസ് വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി അല്ലെ. ആംഗിൾ എടുക്കുമ്പോൾ ഒരു 2 വെക്ടറിന്റെ റിസൾട്ടന്റ് ആംഗിൾ എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 2 വെക്ടറിന്റെ റിസൾട്ടന്റ് ആംഗിൾ എടുക്കുമ്പോൾ അത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക്, ഓക്കെ, അത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്കുള്ള ഈ ആംഗിൾ ആണ് എടുക്കേണ്ടത്. ദിസ് ഇസ് തീറ്റ. ഇവിടെയോ മക്കളെ എല്ലാവരും നോക്കുക. ഇവിടത്തെയോ മക്കളെ എല്ലാവരും നോക്കുക. ദിസ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. സോ ബേസിക്കലി ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇതും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെ. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ബേസിക്കലി കിട്ടുന്ന ആംഗിൾ തീറ്റയാണ്. ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ദാറ്റ് ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി. ദാറ്റ് ഇസ് 0.
സോ ബേസിക്കലി ഒബ്വിയസ്ലി ഇത് രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് പാര കൂടുതലായിരിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞ ക്ലൂ മൈ ഡിയർ സ്റ്റുഡൻസ്. അതാണ് ഞാൻ പറഞ്ഞ ക്ലൂ. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലൂ. എന്ത്? para greater than meta greater than ortho. Para greater than meta greater than ortho. Okay, para greater than meta greater than ortho. Para greater than meta greater than ortho. Okay, ഇനിയുള്ള എന്താണ്? ഇനിയുള്ള മൂന്നാമത്തെ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. C6H4XY where X is electron withdrawing group, Y is also electron withdrawing group. EWG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ. രണ്ടും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ again ortho greater than meta greater than para. Ortho greater than meta greater than para. കാര്യം എന്താണ്? ഇതിന്റെ രണ്ടിന്റെ വെക്ടേഴ്സ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ റിസൾട്ടന്റ് ആംഗിൾ ഈ ആംഗിൾ വരുന്നത് ഏറ്റവും കുറവ് ഇതിനായിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ വരുന്ന അതിനായിരിക്കും. കാര്യം പാരയുടെ കേസിൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിൽ വെക്കുക. വളരെയധികം യൂസ്ഫുൾ ആവും മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെയധികം യൂസ്ഫുൾ ആവും. ഗോട്ട് ഇറ്റ്? പെർഫെക്റ്റ്. C6H4X2 അതായത് രണ്ടും സെയിം ഗ്രൂപ്പ്സ് ആണെങ്കിൽ, രണ്ടും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ പാര. ഓക്കെ, C6H4XY ഒരെണ്ണം ഇലക്ട്രോൺ ഡൊണേറ്റിംഗും മറ്റേത് ഇലക്ട്രോൺ വിഡ്രോയിങ്ങും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ് വരികയാണെങ്കിൽ പാര ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ ഓർത്തോ. ഓക്കെ, അതേപോലെ തന്നെ C6H4XY ഒരെണ്ണം ഇലക്ട്രോൺ വിഡ്രോയിങ്ങും മറ്റേതും ഇലക്ട്രോൺ വിഡ്രോയിങ്ങും ആണെങ്കിൽ ദിസ് വിൽ ബി ദി ഓർഡർ. ഗോട്ട് ഇറ്റ്? പെർഫെക്റ്റ്. ഇനിയുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഇതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് എനിക്ക് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് Cl പിന്നെ CH3 CH2 Cl ഇതിന്റെ രണ്ടിന്റെയും ഡൈപോൾ കമ്പയർ ചെയ്യാൻ തന്നു. Tell me which one has more dipole moment. Which one has more dipole moment? ഒന്നിനാണോ രണ്ടിനാണോ? ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും സർ ഇതും CH2 ആണ്, ഇതും CH2 ആണ്. യെസ് ഓർ നോ? ഫൈൻ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ this chlorine is attached to an sp2 hybridized carbon. This chlorine is attached to an sp3 hybridized carbon. This chlorine is attached to sp2 hybridized carbon. This chlorine is attached to sp3 hybridized carbon. So basically ഇവിടെ electronegativity difference അത്രയും കൂടുതലായിരിക്കും. ഇവിടെ electronegativity അത്രയും കൂടുതലായതുകൊണ്ട് ഇവിടെ partial charge അത്രയും കൂടുതലായിരിക്കും. ഇതായിരിക്കും കൂടുതൽ. Yes or no? ഇവിടെ കുറവായിരിക്കും. കാര്യം ഇത് sp2 hybridized carbon ആണ്. കുറച്ചും കൂടി electronegativity കൂടുതലാണ് ഇവന്. electronegativity difference കുറവായിരിക്കും. So basically this will be lesser than this. വേറൊരു എക്സ്പ്ലനേഷനും കൂടി ഉണ്ട്. ഇതില് ഈ ലോൺ പെയർസ് ഓഫ് ക്ലോറിൻ ഇസ് ഇൻ റെസണൻസ് വിത്ത് ദിസ്. ഈ റെസണൻസ് എന്താന്ന് തൽക്കാലം 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് അറിയായിരിക്കും. 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് പേടിക്കണ്ട. ഓക്കെ, ആദ്യത്തെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് പോയാൽ മതി. ഈ റെസണൻസ് വരുമ്പോൾ ക്ലോറിന് ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വരും. ഈ ക്ലോറിനുള്ള ഒരു പോസിറ്റീവ് ചാർജ് വരുമ്പോൾ എന്താണ് ബേസിക്കലി ഈ റെസണൻസ് കാരണം ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. പക്ഷെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ഇതിന്റെ ഡൈപോൾ ഈ ഡയറക്ഷനിലേക്കാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. പക്ഷെ റെസണൻസ് കാരണം ചാർജ് ഡെൻസിറ്റി കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ബേസിക്കലി രണ്ടും കോൺട്രഡിക്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ഇങ്ങോട്ടുണ്ട്, റെസണൻസ് കാരണം കണ്ട ക്ലോറിൻ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ടെൻഡൻസി കൂടി വരുന്നുണ്ട്. 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ബേസിക്കലി റെസണൻസ് കാരണം ഒരു കോൺട്രഡിക്റ്റിംഗ് ഇഫക്ട് ഈ സൈഡിലേക്ക് വരുന്നുണ്ട്. സോ ടോട്ടലി രണ്ട് വെക്ടേഴ്സും കുറച്ച് ക്യാൻസൽ ചെയ്യും. സോ ഇഫക്റ്റീവ് ഡൈപോൾ വിൽ ബി ലെസ്സർ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇത് തന്നെയാണ് കാർബൺ മോണോക്സൈഡിന്റെ കേസിലും. കാർബൺ മോണോക്സൈഡ് എല്ലാവരും എടുക്കുമ്പോൾ വിചാരിക്കും വളരെയധികം ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരു മോളിക്യൂൾ ആണ് എന്ന്, അല്ലെ? കാർബൺ മോണോക്സൈഡ് എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കാർബണും ഓക്സിജനും ആണ്. ഓക്സിജൻ എന്തായാലും ഇലക്ട്രോൺസിനെ അങ്ങോട്ട് വലിക്കും. അത് കാരണം ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കൂടുതലായതുകൊണ്ട്
ആസ് എൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് വളരെ കൂടുതലാണെന്ന് പറയും. പക്ഷേ അണ്ടർസ്റ്റാൻഡ്, കാർബൺ മോണോക്സൈഡിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഞാനിത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. കാർബൺ മോണോക്സൈഡിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, വേർ ഓക്സിജൻ ഗെറ്റ്സ് എ പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, കാർബൺ ഗെറ്റ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് അല്ലേ. ഇതൊരു കനോണിക്കൽ സ്ട്രക്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ്. ദിസ് ഈസ് വൺ ഓഫ് ദ കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. എന്താണ് കനോണിക്കൽ സ്ട്രക്ചർ എന്നുള്ളത് 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് മനസ്സിലാവും. ബേസിക്കലി ഈ ഒരു റെസണേറ്റിംഗ് സ്ട്രക്ചർ കാരണം എല്ലാവരും നോക്കുക, ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് ക്യാരക്ടറും കൂടി വരുന്നുണ്ട്. യെസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലേക്കാണ് ഡൈപോൾ വരുന്നത്. പക്ഷെ കനോണിക്കൽ സ്ട്രക്ചർ കാരണം കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ട് പോകും. അത് കാരണം ഇത്രയും ഉണ്ടാവില്ല ഡൈപോൾ. ഡൈപോളിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. കാര്യം എന്താണ്? കുറച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് തള്ളുന്നുണ്ട് റെസണൻസ് കാരണം. യെസ് ആണോ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഒക്കെ സ്ലൈഡ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അവർ ചോദിക്കും കാർബൺ മോണോക്സൈഡ് ഡൈപോൾ മൊമെന്റ് ഇസ് ലെസ് ദാൻ എക്സ്പെക്ടഡ്, വാട്ട് ഇസ് ദ റീസൺ? റെസണൻസ് ഇസ് ദ റീസൺ. ബിക്കോസ് ഓഫ് റെസണൻസ് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറച്ച് ഇങ്ങോട്ട് തള്ളുന്നുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി കാരണം ഇങ്ങോട്ടാണ് കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി, പക്ഷെ കുറച്ച് റെസണൻസ് കാരണം ഇങ്ങോട്ടും തള്ളുന്നുണ്ട്. ഓക്കെ, പിന്നെയുള്ള വേറെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇങ്ങനൊരു മോളിക്യൂൾ തരും. ഏത്? 1,4 ഡൈഹൈഡ്രോക്സി ബെൻസീൻ. എന്നിട്ട് അവർ ഡൈപോൾ മൊമെന്റ് ചോദിക്കും. അപ്പൊ എല്ലാവരും പറയും സാറേ ഡൈപോൾ മൊമെന്റ് 0 ആണ്. കാര്യം എന്താണ്? ഇവന്റെ ക്യാൻസൽഡ് ആണ്, ഇവന്റെയും ക്യാൻസൽഡ് ആണ് സർ അല്ലെ. കാർബൺ ടു ഓക്സിജൻ ഡൈപോൾ. പക്ഷെ അത് തെറ്റാണ് മക്കളെ, വളരെയധികം തെറ്റാണ്. 1,4 ഡൈഹൈഡ്രോക്സി ബെൻസീൻ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓക്സിജന് ലോൺ പെയർസ് കാരണം ഡൈപോൾ ഉണ്ട് അല്ലെ. ലോൺ പെയർ കാരണം ഒരു ഡൈപോൾ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലോൺ പെയർ കാരണം ആൻഡ് ദേ ആർ ഫേസിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അത് ബേസിക്കലി ഫേസ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലേക്കാണ്. നിങ്ങൾ ആകെ കൺസിഡർ ചെയ്തത് ഈ ഒരു ഡൈപോൾ മാത്രമാണ്. പക്ഷെ ഈ ഓക്സിജൻ ഇസ് ബേസിക്കലി sp3 ഹൈബ്രിഡൈസ്ഡ്. അതിന്റെ ലോൺ പെയർസ് വിൽ ബി ഫേസിങ് ദ സെയിം ഡയറക്ഷൻ. യെസ് ഓ നോ? ഇപ്പൊ ഹൈഡ്രജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് എടുക്കുകയാണെങ്കിലും ബേസിക്കലി ഇങ്ങനെ ഒരു ഡൈപോൾ ഇങ്ങനെ വരുന്നുണ്ട്. അതും ബേസിക്കലി ടുവേർഡ്സ് ദ ബോട്ടം ഡയറക്ഷൻ ആണ് അല്ലേ. അപ്പൊ എല്ലാം ബേസിക്കലി ദർ ഇസ് ആൻ ഇഫക്റ്റീവ്, ദർ ഇസ് നത്തിങ് ക്യാൻസലിംഗ് ഔട്ട്. ഈ ഒരെണ്ണം മാത്രം ക്യാൻസൽ ആവുന്നുണ്ട്, ഈ രണ്ടെണ്ണം മാത്രം ക്യാൻസൽ ആവുന്നുണ്ട്, ബാക്കിയൊന്നും ക്യാൻസൽ ആവുന്നില്ല. സോ ഇഫക്റ്റീവ് ഡൈപോൾ മൊമെന്റ് mu net is not equal to 0. Got it? Yes or no? വേറെ ഒന്നും എടുക്കുകയാണ്, SO2 എടുക്കുകയാണ്. SO2യുടെ 0 ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കുക? SO2യുടെ നിങ്ങൾക്കറിയാം Q+R/2 നോക്കിക്കഴിഞ്ഞാൽ SO2ന്റെ നമ്പർ ഓഫ് ലോൺ പേഴ്സ് വരുന്നത് 1 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ലോൺ പേഴ്സ് വരുന്നത് 1 ആണ് അല്ലെ. SO2യുടെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെ ഒരു ലോൺ പെയർ മൊമെന്റ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു മൊമെന്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ പറയും സാറേ ഇതെല്ലാം ക്യാൻസൽഡ് അല്ലേന്ന്? അല്ല മക്കളെ. കാര്യം ലോൺ പെയർ മൊമെന്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദീസ് ഗൈസ്. There is an effective dipole moment. അതേപോലെ തന്നെ SO3 എടുക്കുകയാണെങ്കിൽ 0 ആണ്. കാര്യം this dipole and this dipole ഇത് മൂന്നും സെയിം ആണ്. ഓക്കെ, അപ്പൊ നെറ്റ് ഡൈപോൾ എടുക്കുമ്പോൾ 0 ആണ്. യെസ് ഓ നോ? പക്ഷെ അവിടെ അത് ക്യാൻസൽ ആയി പോകുന്നില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇഫക്റ്റീവ് ഇസ് നോട്ട് ഗെറ്റിംഗ് ക്യാൻസൽഡ് വിത്ത് ദിസ്. കാര്യം അത് ലോൺ പെയർ മൊമെന്റ് ആണ്. ഓക്കെ, ഇത് വേറെ ബോണ്ടിന്റെ മൊമെന്റ് ആണ്. രണ്ടും രണ്ടാണ്. ഇഫക്റ്റീവ് എടുക്കുമ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോവില്ല. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ. ഡൈപോൾ മൊമെന്റ് ഓഫ് NH3 is greater than ഡൈപോൾ മൊമെന്റ് ഓഫ് NF3. എന്തുകൊണ്ട്? നോക്കുക, ഡൈപോൾ മൊമെന്റ് ഓഫ് NH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പെയർ മൊമെന്റ് ഒരെണ്ണം മേളിലേക്ക് ഉണ്ട്, പിന്നെ ഈ 3 ബോണ്ട് മൊമെന്റ്സും മേളിലേക്ക് തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഇഫക്റ്റീവ്ലി ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ഡൈപോൾ മൊമെന്റ് പ്ലസ്
an effective dipole moment that faces up. ഈ മൂന്നെണ്ണത്തിന്റെയും dipole moment മേളിലേക്കാണ് അല്ലേ? Yes or no? So direction of three dipoles add to the effect of lone pair of electrons of nitrogen atom. പക്ഷെ NF3 യുടെ കേസിൽ വരുന്നത് ഈ ബോണ്ട് മൊമെന്റ്സ് മൂന്നെണ്ണം താഴ്ത്തോട്ടാണ്. സോ ഇഫക്റ്റീവ് ബോണ്ട് മൊമെന്റ് താഴ്ത്തോട്ടാണ്, ഇഫക്റ്റീവ് ലോൺ പെയർ മൊമെന്റ് മേളിലോട്ടാണ്. ഇത് രണ്ടും ക്യാൻസൽ ആയി പോവില്ല, ക്യാൻസൽ ആവില്ല, ഓക്കെ, ക്യാൻസൽ ആവില്ല, സബ്ട്രാക്ട് ആയി പോകും. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് ഓഫ് NF3 0.24 d ബൈയും ഇത് 1.47. കാര്യം എന്താണ്? ഇതിന്റെ ബോണ്ട് മൊമെന്റ്സും ലോൺ പെയർ മൊമെന്റും എല്ലാം മേളിലോട്ടാണ്. ദേ ഗെറ്റ് ആഡഡ് അപ്പ്. അതിന്റെ രണ്ടിന്റെയും സബ്ട്രാക്ട് ആയി പോകുന്നു. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ടു കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ. എല്ലാവരും നോക്കുക, percentage ionic character is equal to experimental value of dipole moment by theoretical value of dipole moment into 100. Experimental value of dipole moment by theoretical value of dipole moment into 100. എന്താണ് ഈ എക്സ്പെരിമെന്റൽ, എന്താണ് ഈ പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു AB ബോണ്ട് എടുത്തു. ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം ഇതിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇതിനൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇതൊരു കോവലന്റ് ബോണ്ട് ആണെങ്കിലും ഈ പാർഷ്യൽ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കാരണം ഇതിനൊരു അയോണിക് ക്യാരക്ടർ അല്ലേ വരുന്നത്? ഇതിനൊരു അയോണിക് ക്യാരക്ടർ അല്ലേ വരുന്നത്? അയോണിക് ക്യാരക്ടർ അല്ലേ വരുന്നത്? ഒരു അയോണിക് ബോണ്ട് എന്താണ്? ഫോർ എക്സാമ്പിൾ ഇതൊരു പ്യോർ അയോണിക് ബോണ്ട് ആണെന്ന് വിചാരിക്കുക. പ്യോർ അയോണിക് ബോണ്ട് ആണെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർ പ്ലസ് ചാർജും ഇവിടെ ഒരു പ്രോപ്പർ മൈനസ് ചാർജും വന്നേനെ. പക്ഷെ ഇതൊരു കോവേലന്റ് ബോണ്ട് ആയതുകൊണ്ട് ഇവിടെ പാർഷ്യൽ നെഗറ്റീവും പാർഷ്യൽ പോസിറ്റീവും ആണ്, അവിടെ ഫുൾ നെഗറ്റീവ് ഫുൾ പോസിറ്റീവ്. അതാണ് പ്യോർ അയണിക്. ഇത് അയണിക് ക്യാരക്ടർ ഉള്ളൂ ഇതിന്. അപ്പൊ ബേസിക്കലി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു കോവേലന്റ് ബോണ്ടിന് കുറച്ച് ശകലം കുട്ടിയായിട്ട് അയണിക് ക്യാരക്ടർ വരാൻ സാധ്യതയുണ്ട്. ആ അയണിക് ക്യാരക്ടർ എത്രയാണ്, ഒരു ബോണ്ടിന്റെ അയണിക് ക്യാരക്ടർ എത്രയാണ് എന്ന് പറയുന്നതാണ് ഈ പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ ഞാനിത് പറഞ്ഞു തരാം, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ ഇൻ LiF ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. എന്താണ് ഡേറ്റ? എല്ലാവരും നോക്കുക. ഡൈപോൾ മൊമെന്റ് ഓഫ് ലിത്യം ഫ്ലൂറൈഡ് 6.32 d by. ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട്, ഇതാണ് ഡേറ്റ. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് Li and F is equal to 0.16 നാനോമീറ്റർ. അതും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ആക്ച്വൽ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട്. LiF ബോണ്ടിന്റെ ആക്ച്വൽ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട് 6.32 ആണെന്ന്. ഡിസ്റ്റൻസ് എത്രയാണെന്നും തന്നിട്ടുണ്ട് 0.156. Now പെർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ എത്രയാണ്? എക്സ്പെരിമെന്റൽ വാല്യൂ ഓഫ് ഡൈപോൾ മൊമെന്റ് ബൈ തിയററ്റിക്കൽ വാല്യൂ ഓഫ് ഡൈപോൾ മൊമെന്റ്. എക്സ്പെരിമെന്റൽ വാല്യൂ ആണ് തന്നിക്കുന്നത്, ആക്ച്വൽ വാല്യൂ. എക്സ്പെരിമെന്റൽ വാല്യൂ എന്ന് പറയുമ്പോൾ ആക്ച്വൽ വാല്യൂ, ദിസ് ഇസ് ദി ആക്ച്വൽ വാല്യൂ. ഈ ആക്ച്വൽ വാല്യൂ ആണ് തന്നിക്കുന്നത്. ഓക്കെ, ബൈ തിയററ്റിക്കൽ വാല്യൂ. തിയററ്റിക്കൽ വാല്യൂ എന്ന് ഉദ്ദേശം എന്താണ്? തിയററ്റിക്കൽ വാല്യൂ എന്ന് വെച്ചാൽ യു ഹാവ് ടു അസ്യൂം ദാറ്റ് ഇറ്റ്സ് എൻ അയണിക് ബോണ്ട്. LiF ഒരു അയണിക് ബോണ്ട് ആണ് അസ്യൂം ചെയ്യുക. LiF ഒരു അയണിക് ബോണ്ട് ആണ് അസ്യൂം ചെയ്യുക. അപ്പൊ LiF അയണിക് ബോണ്ട് ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ ചാർജസ് വരുന്നത് എന്താണ്? Li പ്ലസും F മൈനസും. സോ ബേസിക്കലി ഇവിടെ വരുന്ന ചാർജ് എന്താണ്? -1 ചാർജും +1. -1 എന്ന് വെച്ചാൽ എന്താണ്? -1.6 into 10⁻⁻19 കൂളം. +1 എന്ന് വെച്ചാൽ എന്താണ്? +1.6 into 10⁻⁻19 കൂളം. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? 0.16. അപ്പൊ ഈ തിയോററ്റിക്കൽ വാല്യൂ ഓഫ് ഡൈപോൾ മൊമെന്റിൽ Q വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും, 1.6 into 10⁻⁻19. D വാല്യൂ അത് തന്നെ. അപ്പൊ എല്ലാവരും നോക്കുക, കാൽക്കുലേറ്റഡ് ഓർ തിയററ്റിക്കൽ വാല്യൂ ഡൈപോൾ മൊമെന്റ് Q into D 1.6 into 10⁻⁻19. ഇതായിരിക്കും എല്ലാ ക്വസ്റ്റ്യനിലും. കാര്യം തിയററ്റിക്കൽ വാല്യൂല് നിങ്ങൾ അസ്യൂം ചെയ്യണം ആ ബോണ്ട് അയണിക് ആണ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനിലും ഇത് തന്നെയായിരിക്കും, 1.6 into 10⁻⁻19 into the distance, നാനോമീറ്റർ into 10⁻⁹. ബേസിക്കലി കിട്ടുന്ന ഇതാണ്. ഓക്കെ, യെസ് ഓർ നോ? ക്ലിയർ ഓർ നോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്? പെർഫെക്റ്റ്. ഇതിനെ ഡി ബൈയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ കൂളം മീറ്ററിനെ ഡി ബൈയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഡിവൈഡഡ് ബൈ 3.33 into 10⁻. സോ ബേസിക്കലി ദിസ് ഇസ് ദ എക്സ്പെരിമെന്റൽ വാല്യൂ, ദിസ് ഇസ് ദ തിയററ്റിക്കൽ വാല്യൂ. ദിസ് ഡിവൈഡഡ് ബൈ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ദിസ് ഡിവൈഡഡ് ബൈ 3.33 into 10⁻⁻30. ഇതാണ് തിയററ്റിക്കൽ വാല്യൂ.
ഓക്കെ, മ്യൂ തിയോറട്ടിക്കൽ അല്ലെങ്കിൽ മ്യൂ കാൽക്കുലേറ്റഡ്, ഇതാണ് എക്സ്പെരിമെന്റൽ വാല്യൂ. അത് രണ്ടും ഡിവൈഡ് ചെയ്ത് 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 84.32%. ഇതിന്റെ പ്രാക്ടിക്കൽ മീനിങ് എന്താണെന്ന് അറിയോ? ഇതിന്റെ പ്രാക്ടിക്കൽ മീനിങ് എന്ന് വെച്ചാൽ LIF ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ 84.32% അയണിക് ക്യാരക്ടറാണ്. അതായത് അതൊരു കൂടുതൽ അയണിക് ബോണ്ടാണ്. കോവലൻ ബോണ്ടിനേലും കൂടുതൽ അതിന് അയണിക് ക്യാരക്ടറാണ് ഉള്ളത്. കോവലൻ ബോണ്ടിനേലും കൂടുതൽ അതിന് അയണിക് ക്യാരക്ടറാണ് ഉള്ളത്. ഗോട്ട് ഇറ്റ്? ഒരു മിനിറ്റ് മക്കളെ, ഞാൻ 2-3 ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. ഡൈപോൾ മൊമെന്റിൽ നമുക്ക് 2-3 ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എന്നോട് പല മക്കളും ചോദിക്കാറുള്ളതാണ്, സാറേ ഈ ലോൺ പെയർസ് വരുമ്പോൾ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറച്ച് പണിയാണ്, സാർ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് കാണിച്ചു തരുമോ എന്നുള്ളത്. ലോൺ പെയർസ് വരുമ്പോൾ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഭയങ്കര പണിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പേടിക്കണ്ട, നോക്കാം. ഇപ്പോൾ സപ്പോസ് I3 മൈനസ് എടുത്തു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അവർ ഡൈപോൾ മൊമെന്റ് 0 ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ്, ഹൗ ഡു യു പ്രൊസീഡ്? ആദ്യം നോക്കേണ്ടത് സിമെട്രിക്കൽ ആണോ എന്നുള്ളതാണ്. സിമെട്രിക്കൽ എന്തുദ്ദേശം എന്താണ്? സറൗണ്ടിങ് ആറ്റം സെയിം, നമ്പർ ഓഫ് ലോൺ പെയർ 0. ഒബ്വിയസ്ലി നിങ്ങൾ ഇതിന്റെ Q+R/2 നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് വരാൻ പോകുന്നത് 2 ആണ്. ഓക്കെ, ഞാനിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്പർ ഓഫ് ലോൺ പെയർസ് 3 ആണ്. അപ്പൊ ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രിയാണ്. ട്രയഗണൽ ബൈ പിരമിഡൽ ജോമെട്രി എന്ന് പറയുമ്പോൾ ലോൺ പെയർസിനെ ഈക്വിറ്റോറിയൽ പൊസിഷനിൽ കൊണ്ടുവരണം അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. സോ ബേസിക്കലി ഇവനും തമ്മിൽ ഡൈപോൾ ഇല്ല, ഇവനും തമ്മിൽ ഡൈപോൾ ഇല്ല. കാര്യം എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് സെയിം ആണ്. ലോൺ പെയർസ് തമ്മിലുള്ള ഡൈപോൾ എന്തായാലും ക്യാൻസൽ ആയി പോവുകയും ചെയ്യുന്നുണ്ട്. കാര്യം എന്താണ്? ലോൺ പെയർസ് തമ്മിലുള്ള ഡൈപോൾ എന്തായാലും ക്യാൻസൽ ആയി പോകുന്നുണ്ട് അല്ലേ? ഇത് ബേസിക്കലി സിമെട്രിക്കൽ ആണ്. ഈ ലോൺ പെയർസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സിമെട്രിക്കൽ വേ. സോ ഇതിന്റെ ഇഫക്റ്റീവ് ഡൈപോൾ വിൽ ഗെറ്റ് ക്യാൻസൽഡ് വിത്ത് ദിസ്. So basically ഇതിന്റെ mu net is equal to 0. I3 minus ന്റെ mu net is equal to 0. Yes or no? Perfect. മനസ്സിലായോ? ഇനി വേറൊരെണ്ണം കാണിച്ചു തരാം. ഇപ്പൊ SF4 എടുക്കുകയാണ്. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് SF4ന്റെ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എത്രയാണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4. നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാണ്? നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഈക്വൽ ടു 1. നമുക്കറിയാം ഇത് ബേസിക്കലി വരാൻ പോകുന്നത് ഒരു സീസോ സ്ട്രക്ചർ ആണ് അല്ലേ? ഒരു സീസോ സ്ട്രക്ചർ ആണ്. യെസ് ആണ്. ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ. നിങ്ങൾ നെറ്റ് ഡൈപോൾ എടുത്ത് നോക്കൂ മക്കളെ. ഇവിടേക്കൊരു ഡൈപോൾ ഉണ്ട്, ഇവിടേക്കൊരു ഡൈപോൾ ഉണ്ട് മക്കളെ, ഡെഫിനറ്റ്ലി. പിന്നെ ഈ ലോൺ പെയറിന് ഡൈപോൾ ഉണ്ട്. ഇത് രണ്ടും എന്തായാലും ക്യാൻസൽ ആയി പോവില്ല. കാര്യം എന്താണ്? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോൺ പെയറിന്റെ ഡൈപോൾ ഒരു ഡയറക്ഷനിലേക്കും ഇഫക്റ്റീവ് ഡൈപോൾ വേറെ ഡയറക്ഷനിലേക്കും ഉണ്ടെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ആയി പോവില്ല. കാര്യം ലോൺ പെയറിന്റെ ഡൈപോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ, എക്സ്പെരിമെന്റിൽ പറയുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. ഓക്കെ, സോ ദർ ഈസ് എ mu net is not equal to 0. Mu net is not equal to 0. Got it? Fine. Mu net is not equal to 0. നിങ്ങൾ മനസ്സിലാക്കണം. Got it? കാര്യം ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നില്ല. ഇതും മേളിലേക്കുള്ള ഡൈപോൾസും ഉണ്ട് കേട്ടോ. മേളിലേക്കുള്ള ഡൈപോൾസും കുറച്ചുണ്ട്. ഓക്കെ, ഇത് രണ്ടും കുറച്ച് സ്ലാൻഡിങ്ങും ആണ്. ഓക്കെ, ഇത് ആക്ച്വലി ഒന്ന് മേളിലോട്ടും ഒന്ന് താഴ്ത്തോട്ടും അല്ല, കുറച്ച് സ്ലാൻഡിങ് ആണ് ഇവന്മാര്. Yes or no? So effectively there will be a dipole moment. ഈ ലോൺ പെയറിന്റെ ഡൈപോളും ഈ ഡൈപോൾസും ക്യാൻസൽ ആയി പോകുന്നില്ല. സോ ബേസിക്കലി സച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ലോൺ പെയർ ഉള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വരച്ചു നോക്കുക. ഓക്കെ, നേരത്തെ കണ്ടില്ല, I3 മൈനസിന്റെ ലോൺ പെയർസ് എല്ലാം സിമെട്രിക്കൽ ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകുന്നു. ഇവിടെ ലോൺ പെയറാണ്, ഇവിടെ ലോൺ പെയറാണ്, ഇവിടെ ലോൺ പെയറാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഒരു സ്ഥലത്തെ ലോൺ പെയർ ഉള്ളൂ, ബാക്കി രണ്ട് സ്ഥലത്തും ഫ്ലൂറിനാണ്. ക്യാൻസൽ ആയി പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കരുത് സാർ ഇത് ഈ ഡയറക്ഷൻ ആണ് അതുകൊണ്ട് ക്യാൻസൽ ആക്കിക്കളാം. അല്ല, അവരുടെ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും ക്യാൻസൽ ആവില്ല.
അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കുള്ള സിലബസിലുള്ള 150% ചാൻസ് 150% ഞാൻ പറയുന്നു ക്യാൻസലായി പോവില്ല ഒരു ക്വസ്റ്റ്യനും. Got it? Fine. Okay. So basically മക്കളെ ഞാൻ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും കൂടി തീർക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് വെക്കാം. കാര്യം എനിക്ക് അടുത്ത ക്ലാസ്സിൻ്റെ സമയമായി മക്കളെ, എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. പേടിക്കേണ്ട, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും ഓക്കെ, പിന്നെയുള്ള എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്ങും, പിന്നെയുള്ള എന്താണ് അയണിക് ബോണ്ട്സും. ഓക്കെ, അയണിക് ബോണ്ട്സ് മിക്കവാറും അടുത്ത ക്ലാസ് ആയിരിക്കും. ബേസിക്കലി ഇനിയുള്ള 2 ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് തീർക്കും. ഇനിയുള്ള 2 ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് തീർക്കും. ഓക്കെ, നമ്മൾ പോകുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടാണ്. 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനും 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഡെഫിനറ്റ്ലി അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനും 100%, കാര്യം അത്രയും ഡെപ്തിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത് മാത്രം, ഇതിലുള്ള തിയറീസ് മാത്രം മതി മൈ ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട്. അത് ഞാൻ ആണായിട്ട് പറയാം. ഓക്കെ, ഫൈൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അത്രയും നല്ലത്. ഓക്കെ, സോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം മൈ ഡിയർ സ്റ്റുഡൻസ്. അതുവരേക്കും വണക്കം.